കൂടുന്ന ഏതിടത്തും ക്രിസ്തുവെന്ന രക്ഷകന്റെ ധന്യമായ വചനത്തെ പ്രഘോഷിക്കുക ഞങ്ങളുടെ ഉൾത്തടത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഒരു ദൗത്യ അനുഭവമാണത്. അതിൽ പാടേണ്ടി വന്നാൽ പാടുക, പ്രസംഗിക്കാനായിട്ടൊരുമ്പെടുക, എഴുതിയ പ്രതികൾ ജനങ്ങളുടെ കയ്യിലെത്തിക്കുക. ഇതൊക്കെ വേണ്ട, ഇത് ഈ നാട്ടിൽ വേണ്ട, പൊക്കോണം എന്നൊക്കെ ആക്രോശിക്കുന്ന, ആക്രന്ദനം മുഴക്കുന്ന നിരവധി ആളുകളും പാതയോരങ്ങളിൽ പതിയിരിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടുന്ന കരുത്ത് ഞങ്ങളുടെ സംഘടനാ ബലമോ ഞങ്ങളുടെ സംഘശക്തിയൊന്നുമല്ല, പകരം ഞങ്ങളിൽ വ്യാപരിപ്പിച്ചിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയുടെ വല്ലഭത്വമാണ്. അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്യുന്നതനായി ദൈവമേൽപ്പിച്ച മഹത്തായ ദൗത്യമാണിത് എന്നുള്ളത് കൊണ്ട് ആരെതിർത്താലും ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇതേതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ, രാഷ്ട്രീയ മീമാംസയുടെ, തത്വസംഹിതയുടെ, ഏതെങ്കിലും ഒരു വേദചിന്തയുടെ, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു പഠിപ്പിക്കലിൻ്റെ പ്രഘോഷണമല്ല. പകരം മനുഷ്യന് നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന, അവൻ്റെ പാപത്തിന് ശാശ്വത പരിഹാരം വരുത്തുവാൻ കഴിയുന്ന, അവൻ പണം ചെലവാക്കി നെട്ടോട്ടമോടി മുക്തിക്കും മോക്ഷത്തിനും സായുജ്യത്തിനും ശാന്തിക്കും സമാധാനത്തിനും വിടുതലിനും വീണ്ടെടുപ്പിനും വേണ്ടി അധ്യധ്വാനം ചെയ്യുന്ന വഴി നിരർത്ഥകമാണ്, വ്യർത്ഥമാണെന്ന് അവനെ തെரியപ്പെടുത്തിയിട്ട് 5 നയാ പൈസയുടെ ചെലവില്ലാതെ, ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ രക്ഷയെന്ന് പറയുന്ന മഹത്തായ ദൈവിക ദാനത്തെ പ്രാപിക്കാൻ അവനെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സകല പ്രോഗ്രാമിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കുവാൻ താങ്കളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ എന്നുള്ളത് താങ്കളിൽ നിക്ഷിപ്തമായ കാര്യമാണ്. അത് താങ്കളുടെ സ്വാതന്ത്ര്യത്തിന് വിടുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പായി ഞാൻ പറയാം, കേൾക്കാതെ പോകുന്നത് വലിയ നഷ്ടമാണ്. ആ നഷ്ടം വേറൊന്നിനാലും താങ്കൾക്ക് നികത്താനാവില്ല. കേട്ടാൽ താങ്കൾക്ക് ലഭിക്കപ്പെടുന്ന ഭാഗ്യം വേറൊരു ഭാഗ്യത്തോടും തുലനപ്പെടുത്താൻ കഴിയുന്നതിലും അധികമായ ഭാഗ്യമാണ്. അതനുഭവിക്കുന്ന ദൈവമക്കളെ ഇവിടെ നിന്ന് ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുക. വ്യർത്ഥമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലും ഹോമകുണ്ഡങ്ങളിലും യാഗാർപ്പണങ്ങളിലും പദയാർത്ഥ തീർത്ഥയാത്രകളിലും കുന്നുകയറി മലയിറങ്ങി പുഴ താണ്ടി കടൽ നീന്തി ദേഹം മുറിച്ച് രക്താർപ്പണവും പിന്നെ വേണ്ടി വന്നാൽ മൃഗബലി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ശക്തിയെ പ്രസാദിപ്പിച്ച് ഉദ്ദിഷ്ടകാര്യങ്ങളുടെ നിർവഹണത്തിനു വേണ്ടി ഞങ്ങൾ അത്യധ്വാനം ചെയ്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ വഴിത്താരയിൽ, സത്യാന്വേഷണ വഴിത്താരയിൽ ഞങ്ങൾക്ക് പ്രകാശിതമായി വന്ന സത്യദൈവത്തിൻ്റെ പ്രകാശം, അതിലൂടെ ഞങ്ങൾ ദിശാബോധം കാണുകയായിരുന്നു. ആ ദിശാബോധത്തിലേക്ക് ജനത്തെ ആഹ്വാനം ചെയ്യുക എന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ചെയ്യേണ്ട ദൗത്യമായതുകൊണ്ടാണ് ഈ ചന്തസ്ഥലത്തും പൊതുയിടത്തും ഇത് ഇങ്ങനെ നിർവഹിപ്പാൻ കാരണമാകുന്നത്. ഞങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞ വാചകം വളരെ അർത്ഥവത്താണ്. അമേരിക്കയിലെ സായിപ്പ് തന്ന പെർഫ്യൂമിൻ്റെ മണമുള്ള ഡോളർ ഞങ്ങളുടെ പ്രിയ പോൾ പാസ്റ്റർക്ക് കിട്ടിയതിൻ്റെ ചെലവ് കാണിക്കാൻ നടത്തുന്ന യോഗമല്ല. ജീവിച്ചു പോകുവാൻ കഷ്ടിച്ച് ബുദ്ധിമുട്ടുന്ന അദ്ദേഹം കയ്യിൽ സ്വരുക്കൂട്ടി ലഭ്യമാകുന്ന നായപ്പൈസകൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് സമാഹരിച്ചുകൊണ്ട് നടത്തുന്ന ഈ യോഗങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം നരകത്തിലേക്ക് അതിവേഗം ഓടുന്ന മനുഷ്യനെ നിത്യസൗഭാഗ്യത്തിലേക്ക് വഴിതെളിക്കുക എന്നത് മാത്രമാണ്. മതപരിവർത്തനമാണ് ഇതിൻ്റെ പിന്നിലെ പ്രചോദനമെന്നൊക്കെ ചിലർ ഞങ്ങളെ ആക്ഷേപിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇടപാടേ ഇല്ല. കാരണം നിങ്ങൾ നിൽക്കുന്ന മതത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിയിട്ട് വേറൊരു മതത്തിൽ കൊണ്ടെത്തിക്കാൻ ഞങ്ങളുടെ കയ്യിലൊരു മതമില്ലല്ലോ. ഞങ്ങൾ ഉറക്കെ പാടുന്ന പ്രസംഗിക്കുന്ന ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ക്രിസ്തു സ്ഥാപിച്ചത് മാർഗമാണ്. അതുകൊണ്ടൊരു മാർഗത്തെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്ന കാര്യം തുടക്കത്തിൽ പറയുന്നത് ചിലരുടെയെങ്കിലുമൊക്കെ ആശങ്കയ്ക്ക് മാറ്റമുണ്ടാകാനാണ്. യേശു ഒരു മതം സ്ഥാപിക്കാനല്ല വന്നത്. യേശു പാർത്തലത്തിലേക്ക് വന്നത് എന്തിന് എന്നതാണ് എൻ്റെ പ്രമേയം എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് നേരെ പ്രവേശിക്കുന്നു. ഒരു കാര്യം കൂടെ മുഖവരയുടെ ഭാഗത്ത് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ആഗമന ഉദ്ദേശങ്ങൾ വിഷയാടിസ്ഥാനത്തിൽ അടുക്കടുക്കായി 1, 2, 3, 4 എന്ന് അക്കമിട്ട് നിരത്താം. പ്രബുദ്ധതയുള്ള ജനതയാണ് ഇവിടെ പാർക്കുന്നതെന്ന് എനിക്കറിയാം. വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരായവർ, സംഘടനകൾ കൊണ്ട് ശാക്തീകരണം വന്നിട്ടുള്ളവർ, രാഷ്ട്രീയ ബോധമുള്ളവർ, മതപര ബോധമുള്ളവരൊക്കെയുണ്ട്. വിവിധ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായി കണ്ടെത്തി ഒരു ഈശ്വരനെ പ്രസാദിപ്പിക്കുമാറ് ജീവിച്ചു പോകുന്ന ആത്മീയ ബോധമുള്ള നിരവധി ആളുകളുണ്ട്. അവരെല്ലാവരും കേൾക്കേണ്ടതിനു വേണ്ടി യേശുവിനെ ഞങ്ങൾ എന്തുകൊണ്ട് പാടുന്നു, യേശുവിനെ ഞങ്ങൾ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു എന്നുള്ള വസ്തുത
ആദ്യം ചില ചിന്തകളിലൂടെ ഒന്ന് വ്യക്തമാക്കിക്കൊണ്ട് നേരെ ഞാൻ വായിച്ചു കേൾപ്പിച്ച എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യത്തെയും 37-ാമത് വാക്യത്തെയും കൂടി ഒരുമിച്ച് കൂട്ടിയിണക്കി ഒരു പാഠം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. കഴിയുമെങ്കിൽ കുറിച്ചെടുത്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാകൂ. വാക്യങ്ങളുടെ അകമ്പടിയോടുകൂടെ എൻ്റെ ചിന്തകളുടെ ആവിഷ്കാരം നിങ്ങൾക്ക് ബോധ്യമാകും. ക്രിസ്തുവെന്ന ആളത്വ ഔന്നത്യത്തെ നിങ്ങൾക്ക് ബോധ്യമാകാനിടയാവും. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ പെൺകുരുന്നുകൾ, ഞങ്ങളുടെ സഹോദരന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വേദിയിൽ ആത്മനിറവോടുകൂടെ ക്രിസ്തുവിനെ പാടിയത്? അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് പാടാനും പറയാനും മിണ്ടാനും ഉരിയാടാനും എഴുതി കാണിക്കുവാനും ഉറക്കെ കേൾപ്പിക്കാനും ഒക്കെയുള്ള ഒരേ ഒരാളത്വം ക്രിസ്തു മാത്രമാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? 1, 2, 3, 4 എന്ന് ഞാൻ പറയുന്ന ചിന്തകളെ നിഷ്പക്ഷമായി നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് കരുതുകയാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ടോ താങ്കൾ വിശ്വസിക്കുന്ന ഇസങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടല്ല, പകരം സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഞാൻ പറയുന്ന ഈ ചിന്തകളെ ചിന്തകനായ താങ്കൾ ഉൾക്കൊള്ളും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ 1, 2, 3, 4 എന്ന് പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്നു? ഒന്ന്, ഒത്തിരി ദൈവങ്ങളുള്ളതിൽ ഒരു ദൈവമല്ല ക്രിസ്തു. ക്രിസ്തു ഏക ദൈവമാണ്. എത്ര പേർ സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ഏക സത്യ ദൈവമാണ് ക്രിസ്തു എന്ന അവബോധം അകത്ത് കിട്ടിയതുകൊണ്ട് ജീവൻ പണയപ്പെടുത്തിയും ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ കൂടെ പോയിട്ട് കാര്യമില്ല, ഏകസത്യ ദൈവത്തെ അറിയണം. ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തെ ഒറ്റ വാക്കുകൊണ്ട് നിർമ്മിച്ചതിനെ അണുകിട വ്യതിചലിക്കാതെ നിയന്ത്രിച്ച് നിയോഗിച്ച് ഇതിനകത്തുള്ള സമസ്ത ജീവജാലങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൃത്യമായി വിളമ്പി അവയ്ക്ക് ഈ മണ്ണിൽ ചവിട്ടി നിന്ന് ജീവിക്കുവാൻ, ഈ അന്തരീക്ഷത്തിൽ പറന്ന് പരിലസിക്കുവാൻ, ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ട് പോകുവാനൊക്കെ കഴിയത്തക്ക നിലയിലുള്ള ആവാസ വ്യവസ്ഥിതി ക്രമീകരിച്ച് അവയ്ക്ക് വേണ്ടുന്നതെല്ലാം കൃത്യമായി വിളമ്പുന്ന പരാശക്തി, അതാണ് ഏകസത്യദൈവമായ ക്രിസ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുക. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഒത്തിരി കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല യേശു. യേശു ഏക കർത്താവാണ്. ഞാൻ ഈ പറയുന്ന ചിന്തകൾക്കെല്ലാം ഏക 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 എന്ന പദം ചേർക്കുന്നത് ക്രൈസ്തവീകതയുടെ ഒരു വക്താവായി നിൽക്കുന്നത് കൊണ്ടല്ല, പകരം ദൈവശാസ്ത്രത്തിൻ്റെ സമുജ്വലമായിരിക്കുന്നൊരു പ്രയോഗമാണത്. ഏക ചേർത്തില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഔന്നത്യത്തിന് വലിയ തിളക്കമുണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏക ദൈവമാണ്. 2, ഏക കർത്താവാണ്. ഒത്തിരി കർത്താക്കന്മാർ നമുക്കുണ്ടെന്ന് വന്നേക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് വിളിക്കുന്ന ആളിനെ കർത്താവെന്ന് പറയാൻ കുഴപ്പമില്ല. നമ്മുടെ പ്രസിഡന്റ് ഒരു കർത്താവാണ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു കർത്താവാണ്, ഗവർണർ ഒരു സംസ്ഥാനത്തിൻ്റെ കർത്താവാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിൻ്റെ കർത്താവാണ്. എന്തിന്? ഒരു വാർഡിൻ്റെ കർത്താവാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ 100,000 കർത്താക്കന്മാരുണ്ട്. ലോകത്ത് ഒത്തിരി കർത്താക്കന്മാരുണ്ട്. പക്ഷേ ഈ കർത്താക്കന്മാരുടെ എല്ലാം മീതെയുള്ള ഒരേ ഒരു കർത്താവേ ഉള്ളൂ, അത് ക്രിസ്തു യേശുവാണ്. ആ കർത്താവിൻ്റെ മുൻപിൽ ഈ കർത്താക്കന്മാരുടെ എല്ലാം മുട്ടുമടങ്ങുകയും നാവ് ഏറ്റുപാടുകയും ചെയ്യണം. അപ്പം ക്രിസ്തു ഏക കർത്താവായതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ബോധ്യമുള്ളവർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഈ യേശു എന്ന് കേൾക്കുമ്പോൾ ബെത്ലഹേമിൽ തുടങ്ങുകയും ഗോൽഗോഥായിൽ ഒടുങ്ങുകയും ചെയ്ത ഒരാളിനെ നിങ്ങൾ ചിന്തിക്കരുത്. അത് മാനവജാതിയുടെ രക്ഷാകര ദൗത്യത്തിന് വേണ്ടിയുള്ള ജഡധാരണത്തിൻ്റെ അഥവാ ഇൻകാർണേഷൻ്റെ അഥവാ തിരുവവതാരത്തിൻ്റെ തുടക്കവും ഒടുക്കവുമാണ്. പക്ഷെ ക്രിസ്തുവെന്ന കർത്താവിന് തുടക്കമില്ല, ഒടുക്കമില്ല, ആരംഭമില്ല, അവസാനമില്ല, ജനനമില്ല, മരണമില്ല, ജയന്തിയില്ല, സമാധിയില്ല. അതിനതീതമായി വർത്തിക്കുന്ന ഒരു കർത്തൃത്വം, അതാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തുവിനെ പാടുന്നത്. ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് തലവെട്ടി ദൂരോട്ട് എറിഞ്ഞാലും അടുത്തയാൾ പിന്നാലെ വരികയാണ്. എത്ര പേരെ ഭാരതം കൊന്നുകളഞ്ഞു, എത്ര ആളുകളെയാണ് രക്തസാക്ഷികളായി ഇല്ലാതെയാക്കി മാറ്റിയതെന്നറിയാമോ? എന്നിട്ടും ഇത് ഒടുങ്ങാതെ, ഇത് മുറിയിൽ അടയ്ക്കപ്പെട്ടു പോകാതെ, ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് വിലങ്ങണിയിക്കാതെ ഞങ്ങൾ തൻ്റെ അടുത്തോടുകൂടെ തിരികെ വീട്ടിലെത്തുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിള്ളേർ ഇന്ന് രാത്രി ചെന്ന് കാണുമെന്നോ നാളെ രാത്രി ചെന്ന് കണ്ട് ഹായ് പറയാമെന്നൊന്നും വലിയ ഉറപ്പില്ല. ആരെങ്കിലുമൊക്കെ തല്ലിക്കൊന്നു കളയും. പക്ഷേ അവസാനത്തെ ശ്വാസം വരെയും യേശു ഏക കർത്താവാണെന്ന് ഉറക്കെ പറയാനുള്ള ആ ആർജവത്വമാണ് ഞങ്ങൾ ഈ പാടുന്നതും പ്രസംഗിക്കുന്നത്. അപ്പൊ യേശു കർത്താക്കന്മാരുടെ കൂട്ടത്തിലൂടെ കർത്താവല്ല, ഏക കർത്താവാണ്. മൂന്നാമത്തെ ചിന്ത മറക്കരുത്. യേശു
രക്ഷകന്മാരുടെ കൂട്ടത്തിലൊരു രക്ഷകനല്ല, ഏകരക്ഷകനാണ്. എത്ര പേര് സമ്മതിക്കും? ഇതൊക്കെ പറയുമ്പോൾ ചില ചിന്തകന്മാർ പറയും ഇതൊക്കെ മതവിദ്വേഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ല സുഹൃത്തെ, അല്ല. താങ്കൾക്കും യാതൊരു വിധത്തിലും പ്രൊസീജിയേഴ്സ് ഒന്നുമില്ലാതെ വിശ്വാസത്താൽ ഓടിയെടുക്കാവുന്ന ഒരേ ഒരിടം, ഒരു രക്ഷകൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇവിടെ പലതും ചിലതും ചെയ്യണമെന്നും ചില ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, അനുസരണങ്ങളിലൂടെ വന്നേ പറ്റുള്ളൂ, എങ്കിലേ അത് പ്രാപിക്കാൻ പറ്റുള്ളൂ. ജാതിയിൽ മുതിർന്നവന് ഒരു രീതി, ജാതിയിൽ താണുപോയവന് വേറൊരു രീതി, കറുത്തവനൊരു രീതി, വെളുത്തവന് വേറൊരു രീതി, അമേരിക്കക്കാരൻ ഒരു സ്റ്റൈല്, ആഫ്രിക്കക്കാരന് വേറൊരു സ്റ്റൈലാണ് രക്ഷപ്പെടാനും ദൈവപ്രസാദത്തിനും. പക്ഷേ സകല മനുഷ്യനെയും ഒന്നായി കണ്ടുകൊണ്ട് അവൻ എല്ലാവനും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, വർണ്ണവർഗ ജാതി കുല മത ചിന്തകൾക്ക് അതീതമായി, ദിക്കുകളോ ഭാഷകൾക്കോ ഒക്കെ അതീതമായി മനുഷ്യനായിട്ടാണോ ജന്മം, അവരെ എല്ലാവരെയും രക്ഷിക്കേണ്ടതിന് കാൽവറിയിൽ രക്തം ചിന്തിയ ഒറ്റ രക്ഷകനേ ഉള്ളൂ. ആ രക്ഷകൻ നമ്മുടെ കീശയിൽ ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്, നമ്മെ മൊത്തത്തിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു രക്ഷകനെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. അതുകൊണ്ട് ക്രിസ്തു രക്ഷകന്മാരുടെ കൂട്ടത്തിലെ രക്ഷകനല്ല, ക്രിസ്തു ഏക രക്ഷകനാണ്. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അടുത്ത 3 ചിന്തകൾ കേൾക്കണോ? 3 ചിന്തകൾ വീതം പറയുമ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഏക ദൈവമാണ്, ഏക കർത്താവാണ്, ഏക രക്ഷകനാണ്. ഇനി കേൾക്കണം, ഏക അവതാരമാണ് ക്രിസ്തു. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഒത്തിരി അവതാരങ്ങളുടെ കൂട്ടത്തിൽ യേശു ഒരു അവതാരമാണെന്നല്ല. വിശുദ്ധ ബൈബിളിനെ നെഞ്ചോടടുപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ളത്, അവതാരമെന്ന സംസ്കൃത പദത്തിൻ്റെ തനിമയാർന്ന അർത്ഥവ്യാപ്തിയിൽ ഈ പാർത്തലത്തിൽ ഒരൊറ്റ അവതാരം, അത് ക്രിസ്തു മാത്രമാണ്. അവതാരമെന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിക്കണം. നല്ലത് ചെയ്യുവാൻ ഇറങ്ങി വരിക, നല്ലത് ചെയ്യുവാൻ, സതുദ്ദേശത്തോടെ വരുന്ന വരവിനെയാ അവതാരമെന്ന് പറയുക. അങ്ങനെ ഒരു അവതാരം അത് ക്രിസ്തു മാത്രമാണ്. എന്തിനാ വന്നത്? പാപികളെ മുഴുവനും നിഗ്രഹിക്കേണ്ടതിനു വേണ്ടിയല്ല, പാപത്തിന് പരിഹാരമുണ്ടാക്കി അവൻ്റെ പാപത്തെ കഴുകി വെടിപ്പാക്കി അവനെ സത്യദൈവത്തോട് ഏകീഭവിപ്പിക്കുക എന്ന മഹത്തായിരിക്കുന്ന ലക്ഷ്യമാണ്. നമ്മെ ദൈവത്തോട് നിരപ്പിക്കുക. മനസ്സിലായില്ലേ? ദൈവത്തിങ്കിലേക്ക് നമുക്കൊരു ആക്സസ് ഉണ്ടാക്കുക, ദൈവത്തിങ്കിലേക്ക് നമുക്കൊരു വഴി തുറക്കുക. കൊലോസ്യ ലേഖനം എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ ഉജ്ജ്വലമായ ദൈവശാസ്ത്ര ലേഖനമുണ്ട്. അതിൻ്റെ 1-ാം അധ്യായം 20, 21, 22 വാക്യങ്ങളെ വായിപ്പിക്കുന്നില്ല, ഓർത്തുകൊള്ളണം. 20, 21, 22 വാക്യങ്ങളിൽ 20-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു കാൽവറിയിൽ രക്തം ചൊരിഞ്ഞ് നമുക്ക് സമാധാനമുണ്ടാക്കി നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു, ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. കൊലോസ്യർ 1-ന്റെ 20, 21, 22 വാക്യങ്ങൾ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. റോമാലേഖനം 5-ന്റെ 11-ാമത് വാക്യം, 10, 11 വാക്യങ്ങൾ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. അപ്പോൾ അത്യുന്നതനായ ദൈവത്തോട്, കേൾക്കണേ പദങ്ങൾ, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും സൽഗുണ സമ്പൂർണനും മഹോന്നതനും മഹത്വ സിംഹാസനസ്ഥനും ഒക്കെയായ ഏകസത്യ ദൈവത്തോട് നമ്മെ നിരപ്പിക്കാനാണ് യേശു പാർത്തലത്തിൽ വന്നത്. അതുകൊണ്ട് യേശു ഏക അവതാരമാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ജഡധാരണം ചെയ്ത് പാർത്തലത്തിലേക്ക് വന്നത് നമ്മെ സത്യദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി വന്ന് ഒരൊറ്റ അവതാരം, അത് ക്രിസ്തു മാത്രമാണ്. അടുത്ത കേൾക്കണേ, അതിനോട് ചേർന്നുള്ള അടുത്ത ചിന്ത, അതായത് 4-ാമത്തെ ചിന്തയല്ലേ ഞാൻ പറഞ്ഞത്, അടുത്തത് 5-ാമത്തെ ചിന്ത കേൾക്കണം. ക്രിസ്തു ഏക മധ്യസ്ഥനാണ്. മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒത്തിരി മധ്യസ്ഥന്മാരുടെ ഇടയിലൊരു മധ്യസ്ഥനല്ല യേശു, ഏക മധ്യസ്ഥനാണ് യേശു. ക്രൈസ്തവ ലോകം പോലും ആ ആശയത്തെ വികലമാക്കുന്നുണ്ട്. 1000 മധ്യസ്ഥന്മാരെ നമ്മുടെ മുമ്പിൽ അണിയിച്ചൊരുക്കി നിർത്തിയിട്ട് ആരോട് വേണേലും പ്രാർത്ഥിക്കാമെന്നൊക്കെ നമ്മോട് നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു കാര്യം തുറന്നു പറയാം, ക്രൈസ്തവർ പിണങ്ങിയാലും ഇല്ലെങ്കിലും ഒരൊറ്റ മധ്യസ്ഥനും വേറെയില്ല യേശു അല്ലാതെ. എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ടത്? സ്തോത്രം. മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടി മധ്യസ്ഥത ചെയ്യണമെങ്കിൽ ആ മധ്യസ്ഥൻ്റെ ഏറ്റവും കുറഞ്ഞ യോഗ്യത അവൻ മരിച്ചവനുമാകണം, ജീവിച്ചവനുമാകണം. അങ്ങനെ ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അതെൻ്റെ യേശുവാണ്. ക്രൈസ്തവ ലോകം നിരത്തി നിർത്തിയിരിക്കുന്ന മധ്യസ്ഥന്മാരുടെയൊക്കെ ശവക്കുഴി ഇന്നും തുറന്നിട്ടില്ല. അവരെ അടക്കം ചെയ്ത് കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും കൂട്ടായ്മക്കാരും കൂടി അടക്കം ചെയ്ത സെമിത്തേരിയിൽ അവരിന്നും അന്ത്യവിശ്രാമം കൊള്ളുന്നു. ആ മണ്ണിൽ അവർ വിലയം പ്രാപിച്ച് കിടക്കുന്നു. അവരുടെ ആത്മാവ് ദൈവമൊരുക്കിയ സ്ഥലത്ത് വിശ്രമിക്കുന്നു. അവർക്കാർക്കും പുറത്തു വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ മരണത്തെ ജയിച്ചടക്കി എഴുന്നേറ്റ് വന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അതാണ് ഏക മധ്യസ്ഥനായ ക്രിസ്തു. അതുകൊണ്ട് പല മധ്യസ്ഥന്മാരുടെ പുറകെ നടന്ന് എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ
സമയം പാഴാക്കരുത്. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ തന്നെത്താൻ മറുവിലയായി കൊടുത്ത ക്രിസ്തു യേശു തന്നെ, അതാണ് ഏക മധ്യസ്ഥനെന്ന് ഞങ്ങൾ പറഞ്ഞത്. ബോധ്യമായവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഏക അവതാരമാണ്, ഏക മധ്യസ്ഥനാണ്. തീർന്നില്ല. വീണ്ടും ആറാമത്തെ ചിന്ത പറയാം. ക്രിസ്തു ഏക ആരാധ്യനാണ്. ഏക ആരാധ്യൻ. ഒത്തിരി ആരാധ്യന്മാരുള്ള കൂട്ടത്തിലൊരു ആരാധ്യനല്ല കർത്താവ്. യേശുവാണ് ഏക ആരാധ്യൻ. മത്തായി സുവിശേഷം 4:10 പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ. ആ മാത്രമെന്ന് പറയുന്നതിൻ്റെ അടിയില വര കൊടുക്കേണ്ടത്. സാക്ഷാൽ സത്യദൈവമായ ക്രിസ്തു ആരാധ്യനാണ് എന്ന് നാം അറിയണം. ദൂതന്മാരവനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നാം അവനെ ആരാധിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പാട്ടുകളിലൊക്കെ ക്രിസ്തുവിന് ആരാധനയുടെ മഹത്വം അർപ്പണം ചെയ്യുന്നത്. പുകഴ്ചയും ആരാധനയും സ്തോത്രവും മഹത്വവും എല്ലാം കർത്താവിന് അർപ്പണം ചെയ്യുന്നതിൻ്റെ കാരണം കർത്താവ് ഏക ആരാധ്യനാണ് എന്നുള്ളതാണ്. ദൈവത്വത്തിൻ്റെ പൂർണ്ണതയുള്ളവൻ, സർവത്തിനും മീതെ ദൈവമായവൻ, സത്യദൈവമായവൻ, സർവശക്തിയുള്ള ദൈവമായവൻ യഹോവ എന്ന് പഴയ നിയമത്തിലുടനീളം വെളിപ്പെട്ട മഹാ ആരാധ്യനായ ക്രിസ്തു ഏക ആരാധ്യനാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്തോട് ഞാനൊരു വിവരം തുറന്നു പറയട്ടെ പ്രിയരെ. ആരാധനയിൽ പിഴവ് പറ്റിയാൽ ജീവിതത്തിൽ മൊത്തത്തിൽ പിഴവ് പറ്റും. ആരാധനയിൽ പിഴച്ചാൽ ജീവിതം തന്നെ പിഴച്ചു പോകും. എന്തിനെങ്കിലുമല്ല ആരാധിക്കേണ്ടത്, ആരാധിക്കേണ്ടവനെ മാത്രമേ ആരാധിക്കാവൂ. അതാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആ മാത്രമെന്ന പദം ഏറ്റവും പ്രസക്തമായതാണ്. മണ്ണിനെ ആരാധിക്കരുത്, വിണ്ണിനെ ആരാധിക്കരുത്, ഒഴുകുന്ന പുഴയോ വീശിയടിക്കുന്ന കാറ്റിനെയോ ആരാധിക്കരുത്, കാട്ടുമൃഗങ്ങളെയോ നാട്ടുമൃഗങ്ങളെയോ പ്രാണികളെയോ പറവകളെയോ ജലസമ്പത്തിലുള്ള ഒട്ടനവധി അസംഖ്യം ജന്തുക്കളുണ്ട്, അവയെ ആരാധിക്കാൻ പാടില്ല. ആവാഹന ശക്തികളോ സങ്കല്പമൂർത്തികളോ ഭൂതപ്രേത പിശാചുക്കൾ യക്ഷി ഗന്ധർവന്മാരൊന്നും ആരാധനയ്ക്ക് യോഗ്യന്മാരല്ല. ആരാധനയ്ക്ക് ഒറ്റ യോഗ്യനേ ഉള്ളൂ, ഈ മണ്ണിനെയും ഈ വിണ്ണിനെയും ഇതിനകത്തുള്ള കുന്നുകൾ, തടാകങ്ങൾ, പുഴകൾ, സമുദ്രങ്ങൾ, സകലതും, അഗാധ ഗർത്തങ്ങൾ, ഉയർന്ന ഗിരിശൃംഗങ്ങൾ, ഇതിനെയെല്ലാം സൃഷ്ടിക്കുക മാത്രമല്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, വാനഗോളങ്ങളെയെല്ലാം സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടി ചെയ്തതിന് ശേഷം അതിനെ പരിപാലിക്കുന്നു, പരിരക്ഷിക്കുന്നു, അതിനെ നിയന്ത്രിക്കുന്നു, നിയോഗിക്കുന്നു. തമ്മിൽ തട്ടി തകർന്ന് തരിപ്പണമായി നമ്മുടെ ഉച്ചിയിലോട്ട് വീഴാതെ ഇതിനെയെല്ലാം അനന്തവികായസിൽ കൃത്യാനുപാതത്തിൽ പരിപാലിക്കുന്ന ഒരു ജഗൻ നിയന്താവ്, ഒരു നിയന്ത്രിതാവ്, അതാണ് പരാശക്തി. അവനെ മാത്രമേ ആരാധിക്കാവൂ. ആ കർത്താവാണ് സകലതും നിയന്ത്രിക്കുന്നത് എന്ന് എബ്രായ ലേഖനം പറയുന്നു. സകലത്തെയും വഹിക്കുന്നവൻ അവൻ മാത്രമാണ് ആരാധ്യൻ. ആരാധനയുടെ ആ കാഴ്ചപ്പാട് ഈ യോഗ പരമ്പരകളിലൂടെ നിങ്ങൾക്ക് ഏവർക്കും ലഭിച്ചേ മതിയാകുകയുള്ളൂ. ഇവിടെ ഈ തുറസായ സ്ഥലത്തും വളരെ ആത്മാർത്ഥതയോടുകൂടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വെളിച്ചത്തിൽ നിന്നുകൊണ്ട് കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളടക്കം തയ്യാറാകുന്നത് ആരാധനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. യോഗം തുടങ്ങുന്നിടം മുതൽ ഒടുങ്ങുന്നിടം വരെ കൈയടിച്ച് ആരാധിച്ചാൽ പൊറോട്ട ഇറച്ചി മാഞ്ചേരാ എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിക്കറ്റി നിർത്തിയതല്ല അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യവുമില്ല. അവർ കയറിയപ്പം മുതൽ ആത്മനിയോഗത്തോടുകൂടെ പാടുന്നത് ആരാധ്യനാരാന്നുള്ള ആത്മീക കാഴ്ചപ്പാട് അകതാരം ലഭിക്കപ്പെട്ടത് കൊണ്ടാണ്. ഈ മഞ്ഞക്കസറിൽ ഇരിക്കുന്നവരൊക്കെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് എവിടെയും ഏത് സ്ഥലത്തും ആര് തുറിച്ച് നോക്കിയാലും അവരുടെ മുൻപിൽ ആരാധിക്കുവാനുള്ള സമർപ്പണവും സാമർഥ്യവും കാണിക്കുന്നത് ആരാധ്യൻ ക്രിസ്തുവാണെന്നുള്ള അനുഗ്രഹിത കാഴ്ചപ്പാടകത്തുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളവർ, ആ കാഴ്ചപ്പാട് അകത്ത് വഹിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും ആരാധിച്ചു കർത്താവിനെ. ആരാധ്യൻ കർത്താവ് മാത്രമാണ്. ദൂതന്മാർ ആരാധിക്കുന്ന, സകല മനുഷ്യരും ആരാധിക്കുന്ന ഒരേ ഒരു ആരാധ്യൻ. ആ ആരാധ്യനെ ആരാധിക്കുന്ന വേളയിൽ നമ്മിലേക്ക് വ്യാപരിക്കപ്പെടുന്ന ഒരാത്മീക ശാക്തീകരണമുണ്ട്. അത് നാഡീ നരമ്പുകൾ, അസ്ഥി വ്യൂഹങ്ങളിൽ, മാംസപേശികളിൽ സൗഖ്യമായി അത് വെളിപ്പെടാൻ ഇടയാകും. വ്യാപിച്ചു നിൽക്കുന്ന അന്ധകാര ശക്തി നിന്റെ ആരാധനയിൽ പുറത്തു പോകാൻ ഇടയാകും. കാലപ്പഴക്കമുള്ള ചില രോഗബന്ധനങ്ങൾ, കാലപ്പഴക്കമുള്ള ചില അന്ധകാരത്തിൻ്റെ ആധിപത്യ വ്യവസ്ഥിതികൾ ശരീരം വിട്ട് മാറത്തില്ലെന്ന് പറഞ്ഞ് അവകാശം പറയുന്ന ദുഷ്ടശക്തി പൊടി ഇറങ്ങാനിടയാകും. വീട്ടിനകത്ത് അന്തഛിദ്രമുണ്ടാക്കി വ്യാപരിച്ച് നിൽക്കുന്ന പരസ്പര വൈരുദ്ധ്യതയോടെ പിണക്കങ്ങളും ഈർഷ്യയും പകയും വിദ്വേഷവും വൈഭാഗികതയും തലമുറയ്ക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയാതെ, വിദ്യാഭ്യാസത്തിൽ തലമുറയെ മുൻപോട്ട് വിടാതെ, ദാമ്പത്തിക സൗഖ്യം നൽകാതെ, സാമ്പത്തികത്തിനകത്ത് വല്ലാത്ത കുരുക്കുകൾ സൃഷ്ടിച്ച് ജീവിതത്തോട് വിരക്തി തോന്നി ആത്മഹത്യയിലൂടെ ഒളിച്ചോടണമെന്ന വിചാരം നിന്റെ അകത്ത് തന്ന് ഉണ്ടാക്കുന്ന പണമെല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടി വരുന്ന ഗതികേടിന്റെ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടും.
ആരാധിച്ചാ മതി. ആരാധിക്കേണ്ടവനെ ആരാധിക്കണം. ക്രിസ്തു പ്രസംഗിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാന വിവരമാ പറഞ്ഞത്, ആരാധ്യനാണ്. കരമുയർത്തിയ കർത്താവിനെ സ്തുതിച്ച് അടുത്തത് കേൾക്കണോ? ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള പ്രധാന കാരണം, ക്രിസ്തു ഒത്തിരി നായകന്മാരുടെ കൂട്ടത്തിലൊരു നായകനല്ല, ഏകനായകനാണ്. വിശ്വാസത്തിൻ്റെ നായകൻ ആരാന്നാ പറഞ്ഞേ? ക്രിസ്തുവാ. നമ്മൾ കണ്ട ആരെങ്കിലും അല്ല നമ്മുടെ വിശ്വാസത്തിന്. നമ്മളെ വിശ്വാസത്തിലേക്ക് നയിച്ച ഒത്തിരി പേരുണ്ടാവും, അവരെയൊക്കെ അനുകരിച്ച കുഴപ്പമില്ല. പക്ഷേ വിശ്വാസമെന്ന് പറയുന്ന തീവ്രമായിരിക്കുന്ന ആത്മീയ അനുഭവത്തിൻ്റെ നായകൻ ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ക്രിസ്തു ഏകനായകനാണ്. അടുത്ത ഒരെണ്ണം കൂടി കേട്ടു, ക്രിസ്തു ഏക യോഗ്യനാണ്. യോഗ്യൻ. സ്വോത്രം പറയുന്നില്ലല്ലോ. യോഗ്യൻ എന്നൊക്കെ കേട്ടപ്പോൾ ഞാനോടത്ത് ചങ്കുപൊട്ടിയൊരു സ്വോത്രം പറയുമായിരിക്കുന്നു. ക്രിസ്തു ഏക യോഗ്യന എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ആശ്രയിപ്പാൻ യോഗ്യൻ. കണ്ടോ? അവലംബമാക്കാൻ യോഗ്യൻ, അണയുവാൻ യോഗ്യൻ, സഖിയായി കൂടെ നിർത്താൻ യോഗ്യൻ. ഒറ്റിക്കൊടുക്കപ്പെടട്ടെ മറ്റുള്ളവരാൽ, ഒറ്റപ്പെടുത്തപ്പെടട്ടെ മറ്റുള്ളവരാൽ, പക്ഷേ ഏറ്റവും നല്ല സഖിയായി അണയുവാൻ യോഗ്യനായ കർത്താവ്. ഹല്ലേലൂയ. യോഗ്യനായ എല്ലാറ്റിനും. വിഷമതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇറക്കി വയ്ക്കുവാനൊരു നല്ല യോഗ്യൻ നമ്മുടെ കർത്താവ് തന്നെയാണ്. എന്നെ കാത്തോണേ എന്ന് പറഞ്ഞങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്താൽ മതി, കർത്താവ് കരങ്ങളിലങ്ങ് വഹിച്ചോളും. ആരുമില്ല കൂട്ടത്തിലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കണ്ട, അയ്യോ അയ്യോ പാടി നടക്കണ്ട, വയ്യ വയ്യ വയ്യെന്നും പറഞ്ഞ് നടക്കണ്ട. നമ്മെ താങ്ങാൻ കരുത്തുള്ള ഒരേ ഒരുവൻ, യോഗ്യൻ യോഗ്യൻ യോഗ്യനായവൻ കർത്താവാണ്. ഹല്ലേലൂയ. ആ യോഗ്യനായവനാണ് കർത്താവ് എന്നതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രിയിലെ കർത്താവിനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു പറഞ്ഞ് ഇനി 9ാമത്തേതാ പറയുന്നേ. എണ്ണം ഉണ്ടോ കയ്യിൽ? ഓർത്തിരിക്കുമോ? ഇതൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുമോ ഈ 9 കൂട്ടം കാര്യങ്ങൾ? 9ാമത്തെ കേട്ടോണം, ഏക പരിശുദ്ധനാണ് കർത്താവ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഏക പരിശുദ്ധൻ. ഓ, യേശുവിനെ പ്രസംഗിക്കുവാനുള്ള ഞങ്ങളുടെ ഒരു ആർജവത്വം എന്ന് പറയുന്നത്, യേശുവിൻ്റെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള അനാത്മികതകളുമില്ല, അധാർമികതകളില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു അസാൻമാർഗികതയുമില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു കറയുമില്ല. അറിയാമോ? അതാ യേശുവിനെ പാടാൻ ഞങ്ങൾ കാണിക്കുന്ന ഈ തൻ്റെയുടെ. തട്ടിക്കളയും കൊന്നുകളയും മുട്ടുകാല് തല്ലി ഓടിക്കുമെന്നൊക്കെ ആക്രോശിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് 2 വരി പാട്ട് പാടിക്കൊണ്ട് മുമ്പോട്ട് വീണ് ചാകണ്ട വന്നാലും അതിനുവേണ്ടി സമർപ്പിക്കുന്നതിൻ്റെ കാരണം, യേശു കറയില്ലാത്ത ജീവിതം നയിച്ചവനാണ്. അതാണ് വസ്തുത. റോമൻ പ്രൊക്യുറേറ്ററായിരുന്ന പീലാത്തോസിൻ്റെ പ്രട്ടോറിയം, ആ പ്രട്ടോറിയം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ കെട്ടി ഉയർത്തപ്പെട്ട ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്, വിശാലമായൊരു പ്ലാറ്റ്ഫോം. അതിനകത്താണ് പ്രതിയെ കയറ്റി നിർത്തുന്നതും വിസ്തരിക്കുന്നതും. നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് പോലെ അതിൻ്റെ അങ്കണത്തിൽ കുറേ ആളുകൾ വട്ടം വന്ന് നിപ്പുണ്ട്, കൂടി നിപ്പുണ്ട്. അവരെല്ലാവരും അവിടെ നിന്നുകൊണ്ട് പാടുന്ന ഒരു പ്രാകൃത ഗാനത്തിൻ്റെ കോറസ് അറിയാമോ? അവിടെ കൂടി വന്നവരെല്ലാവരും കൂടെ പാടുന്നൊരു പാട്ടുണ്ട്, ക്രൂശിക്ക ക്രൂശിക്ക ക്രൂശിക്ക. അതാണ് അവർ പാടുന്ന പാട്ടിൻ്റെ കോറസ്. അവനെ ക്രൂശിക്കണം. ഈ പാട്ടുകാരുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, വെള്ളിയാഴ്ച രാവിലെ പാട്ട് പാടുന്ന ഈ കൂട്ടത്തിൽപ്പെട്ട പലരും അതിൻ്റെ തലേ ഞായറാഴ്ച ഒരു പാട്ടുപാടിയ കൂട്ടത്തിലുണ്ടായിരുന്നു. കുരുത്തോല പെരുന്നാളിൻ്റെ അന്ന് ഹോശാന 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 എന്ന് പാടിയവർ ഇതിൽ പലരും ഉണ്ടായിരുന്നു. അവിടെ പാടിയപ്പം അവർക്ക് പ്രതിഫലം കിട്ടിയതാ, മനസ്സിലായോ? അനുഗ്രഹം കിട്ടിയതാ. അവർ തന്നെ ഇവിടെ പാടുന്നത് ക്രൂശിക്ക 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 എന്നുള്ള ഇരട്ടത്താപ്പിൻ്റെ പാട്ടുകാരുണ്ട്, മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ വസ്തുത. ഇരട്ടത്താപ്പിൻ്റെ പാട്ടുകാർ പ്രൊഫഷണൽ ടീമാണ്. അവർക്ക് പാടാനേ പറ്റുള്ളൂ, ആത്മാവിലൊന്നും ആരാധിക്കാനൊന്നും പറ്റത്തില്ല. പാട്ട് ഏതിനെക്കുറിച്ചാണോ പാടുന്നത് ആ പാട്ടിൻ്റെ പ്രമേയത്തെ ആസ്വദിച്ച് പാടാനൊന്നും അവർക്ക് പറ്റില്ല. കുറേ വരികൾ, അതിൻ്റെ താളം, ലയം, ശ്രുതി അതിനനുസരിച്ച് പാടാനേ അവർക്ക് പറ്റുള്ളൂ. പ്രൊഫഷണൽ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും പ്രൊഫഷണൽ അല്ലെന്നിടയ്ക്ക് സണ്ണിപ്പാസ് പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നല്ലോ. പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ടായിരിക്കും അവരുടെ പാട്ടിന് നമ്മൾ വേണ്ടുന്ന പോലെ കൈ അടിച്ചിട്ടില്ലെന്നുള്ളതാണ് പരമാർത്ഥം. പ്രൊഫഷണലായിരുന്നെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈ അടിച്ചേനെ. പക്ഷേ നമ്മൾ പാടുന്നതിൻ്റെ പ്രധാനമായൊരു സംഗതി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവിനെ അനുഭവിച്ചിട്ടുള്ള പാട്ടാണ്. സ്തോത്രം. അപ്പോൾ ഈ പാട്ടുകാർ ആ ഹോശാന പെരുന്നാളിന് പാടിയത് ഹോശാന ഹോശാന ഹോശാന, രക്ഷക ഞങ്ങളെ രക്ഷിക്കണേ 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 എന്നുള്ള പാട്ടാണ്. അതുതന്നെയാണ് വെള്ളിയാഴ്ച രാവിലെ അവർ മാറ്റിപ്പാടുന്നു, ക്രൂശിക്കുക ക്രൂശിക്കുക ക്രൂശിക്കുക. പീലാത്തോസ് ചോദിച്ചു, യേശുവിനെ ക്രൂശിക്കുന്നതിന് പകരം വേറൊരുത്തനെ വിട്ടുതരാം. നോ, ഞങ്ങൾക്ക് ബറബാസിനെ വേണ്ട, ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണം, ബറബാസിനെ വെറുതെ വിട്ടരെ എന്നവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അവിടെ യേശുവിനെ കുറിച്ച് അവർ പലതും ചിലതും ആക്ഷേപമായി പറയുന്നുണ്ട്. പീലാത്തോസ് ചോദിക്കുന്നു, ഇവൻ ചെയ്ത കുറ്റം എന്താ? പീലാത്തോസിൻ്റെ ചോദ്യം വളരെ ഗംഭീരമായ ചോദ്യം. എന്താ ഇവൻ ചെയ്ത കുറ്റം? ആ കുറ്റം എന്താണെന്ന് അവർ പറയുന്നത് എന്താണെന്നറിയാൻ കാതുകൂർപ്പിക്കുമ്പോൾ ചില പറയുന്നത് കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമല്ലെന്ന് അവൻ പറഞ്ഞു. കൈസർ മാത്രമാണ് ഞങ്ങളുടെ രാജാവെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ കൈസർ രാജാവല്ലെന്ന് ഇവൻ പറഞ്ഞു എന്നൊക്കെയാണ് ചിലർ പറയുക. ചിലർ പറയുന്നത് ഇവൻ ദൈവമാണെന്ന് പറഞ്ഞു. അത് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അപരാധമാണ്.
ദൈവമാണെന്നൊരു മനുഷ്യൻ അവകാശപ്പെടുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ ഭാഗമൊക്കെ ഞാൻ 4 സുവിശേഷ ഗ്രന്ഥങ്ങളിൽ ശ്രദ്ധിച്ചു വായിച്ചപ്പോൾ ഒത്തിരി ആക്ഷേപം യേശുവിനെ കുറിച്ച് അവർ പറയുന്നുണ്ടെങ്കിലും ഒരൊറ്റ വ്യക്തിയും യേശുവിൻ്റെ ധാർമ്മിക മൂല്യച്യുതി ഉണ്ടെന്ന് പറയാൻ ആരും തയ്യാറാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന് ഒരു ധാർമ്മിക മൂല്യച്യുതി സംഭവിച്ചു എന്ന് പറയാൻ യേശുവിൻ്റെ ടീമിലുണ്ടായിരുന്ന നിരവധി സഹോദരിമാരുണ്ട്. ആ സഹോദരിമാരുമായിട്ടുള്ള ബന്ധം യാതൊരു വിധത്തിലും അനാത്മികമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ഒറ്റ മനുഷ്യനും കഴിയുന്നില്ല. അതാണ് യേശുവിൻ്റെ ധാർമ്മിക വിശുദ്ധി. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ആ യേശുവിനെ നമ്മൾ പാടുക, ആ യേശുവിനെ നമ്മൾ ഉയർത്തുക, ആ യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് വിശുദ്ധിയിൽ ശ്രേഷ്ഠനാണ്. പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഒരു പരിശുദ്ധനെന്നല്ല, യേശു ഏക പരിശുദ്ധനാണ്. ആ വീണ്ടും വിചാരമുള്ള ദൈവമക്കൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യാതൊരു വിധത്തിലും യേശുവിനെ കുറിച്ച് തെറ്റായ തിന്മയായ ജീവിതത്തിൻ്റെ പിശക് പറ്റിയ ഒരാൾ എന്നാരും പറയുന്നില്ല. അതാണ് ഏക പരിശുദ്ധൻ എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അതിൻ്റെ 10ാമത്തെ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ ആ ടോപ്പിക് അവസാനിപ്പിക്കട്ടെ. 10ാമത്, യേശുവിനെ ഞങ്ങൾ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് ചന്തക്കവലയിലും ഇങ്ങനെ ഒരുക്കപ്പെട്ട ഇടത്തും യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾ കാണിക്കുന്ന ഈ ഒരുമാതിരി ആർജവത്വം എന്ന് പറയുന്നതിൻ്റെ 10ാമത്തെ ചിന്ത, യേശു ഏക ന്യായാധിപനാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? തീഷ്ണമായൊരു വിചാരമാണത്. സകലരെയും ന്യായം വിധിക്കാൻ, എല്ലാവരെയും ന്യായം വിധിക്കാൻ, ഭരണാധിപന്മാരെയും ഭരണീയരെയും ന്യായം വിധിക്കുവാൻ, രാജാവിനെയും പ്രജകളെയും ന്യായം വിധിക്കുവാൻ, അധികാരത്തിരിക്കുന്നവരെയും അധികാരത്താൽ ശ്വാസം മുട്ടുന്നവരെയും ന്യായം വിധിക്കുവാൻ കരുത്തുള്ളവൻ. മനസ്സിലായോ? ദൈവം എന്ന് പറയുന്ന സത്യത്തിൻ്റെ പ്രതിയോഗിയായി നിൽക്കുന്ന സാത്താനെ വരെ ന്യായം വിധിക്കുവാൻ കരുത്തുള്ള ഒരേ ഒരു ന്യായാധിപതി എൻ്റെ കർത്താവാണ്. ഈ 10 യോഗ്യതകൾ കർത്താവിന് മാത്രമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്നത്. ബോധ്യമായവർ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു ഏകന്യായാധിപനാണ്. ന്യായവിധി എല്ലാം ദൈവം പുത്രന് കൊടുത്തിരിക്കുന്നു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തെ അംഗീകരിക്കാതെ ഇരുളിനെ പ്രണയിച്ചതാണ് മനുഷ്യൻ്റെ ന്യായവിധിയുടെ പ്രധാന കാരണം. ആ വെളിച്ചമാരാ? ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവെന്ന ഉജ്ജ്വലമായ പ്രകാശധാരയെ അന്തരംഗത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രകാശത്താൽ ജീവിതത്തിൻ്റെ ദിശാബോധം കണ്ട് സത്യത്തിലേക്ക്, നന്മയിലേക്ക്, നീതിയിലേക്ക്, ധർമ്മത്തിലേക്ക്, ന്യായത്തിലേക്ക്, ദൈവിക സത്യത്തിലേക്ക് പോകേണ്ട മനുഷ്യൻ ഇന്നും കള്ളിലേക്ക്, കഞ്ചാവിലേക്ക്, പുകവലിയിലേക്ക്, കുത്തരഞ്ഞ ലൈംഗികതയിലേക്ക്, ആഭാസതരങ്ങളിലേക്ക്, വൃത്തികേടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അരുത് സ്നേഹിത എന്ന് പറയാൻ ഈ യേശുവിൻ്റെ യോഗ്യതകളുമായി ഞങ്ങൾ കവലയിൽ നിൽക്കുകയാണ്. അതിനോട് ഏകീഭവിക്കാൻ ഈ സന്ദേശത്തെ നിരുപാധികം ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ താളത്തിൻ്റെ പിഴവ് മാറ്റി അതിനെ ക്രമീകൃതമാക്കുവാൻ ദൈവം നിങ്ങൾക്കേവർക്കും കൃപ തരട്ടെ. ഈ യോഗം നിമിത്തമായി ചുറ്റുവട്ടത്തിലുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ അതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ 1ാം ഭാഗം അവസാനിപ്പിക്കുകയും വാക്യവുമായി ബന്ധപ്പെട്ട വിശകലനത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എബ്രായ ലേഖനം 10ാം അധ്യായം അതിൻ്റെ 7ാമത് വാക്യവും 37ാമത് വാക്യവുമാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് നിങ്ങൾക്ക് നൽകുവാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം നൽകിയത്. അതിലെ 7ാമത് വാക്യത്തിൽ നമ്മൾ കണ്ടത്, ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. യേശു ഈ പാർത്തലത്തിലേക്ക് വരുന്നതിന് മുൻപ് വരുന്നു എന്ന പ്രഖ്യാപനം ചെയ്തിട്ടാണ് വരിക. ആരും അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നവരാരുമില്ല. വന്ന ശേഷം, ജനിച്ച ശേഷം, പക്വത വന്ന ശേഷമാണ് ചിലരും ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. പക്ഷേ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരുവനേ ഉള്ളൂ, അത് കർത്താവ് തന്നെയാണ്. ആമേൻ. ആ വരവ് എന്തിനു വേണ്ടിയായിരുന്നു? അതിനെയാണ് പ്രഥമ ആഗമനം എന്ന് പറയുക. 1ാം ആഗമനം എന്തിനു വേണ്ടിയായിരുന്നു? യേശു ഈ പാർത്തലത്തിലേക്ക് ആഗമിച്ചത്. ദൈവമായിരുന്നവൻ ദൈവത്വം വെടിഞ്ഞ് പാർത്തലത്തിലേക്ക് വന്നത് എന്തിനായിരുന്നു എന്ന് നമ്മൾ അറിയാതെ പോകരുത്. ആ വരവിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം ഒരു മതസ്ഥാപനമല്ല, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ രൂപീകരണമല്ല, ഒരു രാഷ്ട്രീയ മീമാംസയുടെ സംയോജനമല്ല, ഒരു പുത്തൻ ഇതിഹാസത്തിൻ്റെ രൂപീകരണമോ തുടക്കമോ ഉണ്ടാക്കാനല്ല. പിന്നെ തന്നോട് ചേർന്ന് നിൽക്കുവാൻ കുറെ പിണിയാളുകളെ കൂട്ടുക, അവരുടെ നേതാവായി വിലസുക, അതൊന്നുമായിരുന്നില്ല. ഒരു സംഘശക്തിയെ രൂപീകരിച്ച് അതിൻ്റെ തലവനാകുക, അതൊന്നുമായിരുന്നില്ല. ഏതെങ്കിലുമൊക്കെ അതീശത്വ ശക്തിയോട് പോരാടി ഒരു ആഭ്യന്തര കലാപമുണ്ടാക്കി
അവരുടെ നേതാവാകുക, അതൊന്നുമായിരുന്നില്ല യേശുവിൻ്റെ ആഗമന ഉദ്ദേശം. പിന്നെന്തായിരുന്നു? ഞാൻ പറയുന്ന പദം പഠിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ആ പദത്തെ നീക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. നീക്കി മാറ്റാൻ, നീക്കുവാൻ വേണ്ടി. ആ നീക്കുക എന്ന പദം മറക്കരുത്. ഇനി ഞാൻ വായിച്ചു കേൾപ്പിക്കുന്ന 4 വാക്യങ്ങളിൽ ഒരു വാക്യമൊഴികെ ബാക്കിയുള്ള വാക്യങ്ങളിലെല്ലാം നീക്കി 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 എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ ഒരു വാക്യത്തിൽ നീക്കി എന്ന പദം ഇല്ലെങ്കിൽ പോലും ആശയം നീക്കി എന്ന് നമുക്കതിനകത്ത് തെളിമയായി ലഭ്യമാകാനിടയാകും. 4 വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് നീക്കി എന്ന, നീക്കേണ്ടതിന് വേണ്ടി വന്നു എന്ന വിഷയത്തെയാണ് ഇനി ഞാൻ പ്രസ്താവിപ്പാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ യേശു നീക്കിയത് എന്താണ് എന്നുള്ള വസ്തുതയെ ആഴത്തിൽ ഗ്രഹിപ്പാനും ആ നീക്കപ്പെട്ട സംഗതി നമ്മിൽ നിന്ന് നീക്കപ്പെട്ടുവോ എന്നതിനെക്കുറിച്ചൊരു പുനരന്വേഷണം നടത്തുവാൻ നിങ്ങൾക്ക് കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി ഇരിക്കുന്ന, കസേരയിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും രക്ഷാനിർണയം പ്രാപിക്കുകയും ക്രിസ്തുവിൻ്റെ ആത്മീയമായിരിക്കുന്ന ആനുകൂല്യങ്ങളെ അനുദിനം അനുഭവിച്ച് ആത്മസംതൃപ്തിയോടെ ക്രിസ്തുവിൻ്റെ 2ാം ആഗമനത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷേ ആർക്കെങ്കിലും ഇത് നീക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ഇന്ന് രാത്രിയിൽ അത് നീക്കപ്പെടുകയും ക്രിസ്തു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ഉപഭോക്താക്കളായി, ഗുണഭോക്താക്കളായി മാറണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ 4 കാര്യങ്ങളെ പ്രസ്താവിക്കുകയാണ്. വിഷയം കൃത്യമായി പറയാൻ, മറ്റുള്ളവരെ കൈമാറുവാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് നിന്ന് നിർത്തി ആശയങ്ങളെ കുറിച്ചെടുക്കാൻ പാകമായി തഞ്ചമായി പറയുന്നത് ശ്രദ്ധിക്കാം. യേശു വന്നത് നീക്കാനാണ്. എന്തോ നീക്കാനാണ് വന്നത്? 4 കാര്യങ്ങളെ ഞാൻ പറയുന്നു. ഒന്നാമത്തെ കാര്യം കേട്ടോണം. സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കേണ്ടതിനാണ് കർത്താവ് വന്നത്. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായിരുന്നു, അവബോധമില്ല. The awareness about Almighty God or true God, സത്യദൈവത്തെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലായിരുന്നു മനുഷ്യന്. ആ മനുഷ്യൻ്റെ ഉൾത്തടത്തിലേക്ക് സത്യദൈവത്തെ കുറിച്ചുള്ള വിവേകം കൊടുക്കുക. സത്യദൈവത്തെക്കുറിച്ചുള്ള വിവേകം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ദൈവത്തെക്കുറിച്ചുള്ള അവിവേകങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതകൾ മാറ്റുക. അതാണ് കർത്താവിൻ്റെ വരവിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. വാക്യം പറയുമ്പോൾ നിങ്ങൾക്ക് ആ വിചാരം ഒന്നുകൂടെ വ്യക്തമാകും. വാക്യം മറന്നു പോകരുത്. 1 യോഹന്നാൻ്റെ ലേഖനമാണ് 5-ാം അധ്യായം അതിൻ്റെ 20-ാമത് വാക്യം. 1 യോഹന്നാൻ 5-ന്റെ 20-ാം വാക്യം ഇങ്ങനെയാണ് പറയുക: ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ഓക്കെ, ദൈവപുത്രൻ എന്തിനാ പാർത്തലത്തിലേക്ക് വന്നത്? സത്യദൈവത്തെക്കുറിച്ചുള്ള വിവേകം നമുക്ക് തരാനാണ്. അപ്പോൾ ദൈവപുത്രനിലൂടെ സത്യദൈവത്തെക്കുറിച്ചുള്ള വിവേകം പ്രാപിക്കുന്നത് വരെ നമുക്ക് ആ വിവേകം ലഭിക്കപ്പെടുന്നില്ല. അകത്ത് അജ്ഞതയാണ്. ആ അജ്ഞത നീക്കപ്പെടണമെങ്കിൽ കർത്താവ് തരുന്ന ദൈവത്തെക്കുറിച്ചുള്ള വിവേകം പ്രാപിച്ചേ പറ്റൂ. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം ഇതിൻ്റെ കൂട്ടത്തിൽ സമന്വയിക്കപ്പെടണം. റോമാലേഖനം 1-ന്റെ 20-21 അവിടെ പറയുന്ന ഇങ്ങനെയാണ്: അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പം ദൈവം ആരാണ് എന്നറിയാൻ വയ്യാത്ത മനുഷ്യൻ ദൈവത്തെ ഈ ഭൂമിയിലുള്ള മനുഷ്യനോടും മറ്റുതര ജീവജാലങ്ങളുടെയും രൂപമാക്കി മാറ്റി. അങ്ങനെ അവൻ ആ രൂപങ്ങളെ ദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ, പ്രണമിക്കുവാൻ, പ്രണയിക്കുവാൻ, യാഗയോഗങ്ങൾ നടത്തുവാൻ, കുമ്പിടുവാൻ, ആ ദൈവങ്ങൾക്ക് വേണ്ടി ജീവാർപ്പണം പോലും അവൻ സമർപ്പിക്കുവാൻ തയ്യാറായി വന്നു. ആ ഗതികേടിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കേണ്ടതിന് അവൻ്റെ ഉൾത്തടത്തിലേക്ക് ദൈവത്തെ കൊടുക്കണമായിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വിചാരം. ആകാശം അതിലുള്ളതെല്ലാം, ഭൂമി അതിലുള്ളതെല്ലാം, സമുദ്രം അതിലുള്ളതെല്ലാം ഉണ്ടാക്കിയ ജീവനായ ദൈവം, സത്യമായ ദൈവം, വെളിച്ചമായ ദൈവം, നീതിയായ ദൈവം, ന്യായമായ ദൈവം, അങ്ങനൊരു ദൈവമുണ്ടെന്നുള്ള വിവേകം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊടുക്കേണ്ടതിന് യേശു ഈ പാർത്തലത്തിലേക്ക് വന്നത്. ആ കർത്താവിനാൽ ആ വിവേകം ലഭിക്കപ്പെട്ട ദൈവമക്കൾക്ക് എങ്ങനെ സ്തോത്രം പറയാതിരിക്കാൻ പറ്റും? അവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒന്നാലോചിച്ച് നോക്കിക്കേ, യേശുവിലൂടെ ഈ ദൈവത്തെക്കുറിച്ചുള്ള വിവേകം നമുക്ക് ലഭിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ ആരാധിച്ച് നമ്മൾ പോകേണ്ടതായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ കുമ്പിട്ട്, എവിടെയെങ്കിലുമൊക്കെ ഉരുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഇഴഞ്ഞ്, എന്തെങ്കിലുമൊക്കെ കാര്യപരിപാടികളിൽ ഏർപ്പെട്ട് നമ്മൾ പോകേണ്ടതായിരുന്നു. പക്ഷേ ആ
എല്ലാവിധമായിരിക്കുന്ന വ്യർത്ഥ പാരമ്പര്യങ്ങളെയും വിട്ട് തൻ്റെ അടുത്തോടെ ചുവട് വെച്ച് യേശുവിലൂടെ ലഭിക്കപ്പെട്ട ആ ദൈവിക കാഴ്ചപ്പാടിൽ എൻ്റെ പിതാവ് എന്ന് വിളിക്കുവാനുള്ള പ്രാഗൽഭ്യം കർത്താവ് നമുക്ക് നൽകി തന്നു. അതാണ് ആത്മീയതയിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. കണ്ണ് ഉണ്ട് എന്നുള്ളതല്ല, നമ്മുടെ സങ്കടങ്ങൾ കാണുന്ന ഒരു ദൈവത്തെ. കാതുണ്ട് എന്നുള്ളതല്ല, നമ്മുടെ നൊമ്പരങ്ങളുടെ നെടുവീർപ്പുകളെ കേൾക്കാൻ കഴിയുന്ന ഒരു കാതുള്ള ദൈവത്തെ. കാലുണ്ട് എന്നുള്ളതല്ല, അത് താൻ ഇരിക്കുന്ന ഇടത്ത് മാത്രം അങ്ങനെ വെച്ചോണ്ടിരിക്കുകയല്ല, നമ്മുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് യേശു വെളിപ്പെടുത്തിയത്. ഞാൻ അവരുടെ സങ്കടം അറിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ അവരുടെ കഷ്ടത കണ്ടു. ഞാൻ അവരുടെ കണ്ണുനീര് കണ്ടു. ഞാൻ അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ടു. അവരുടെ ഉള്ളിലെ സങ്കടം ഞാൻ അറിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുന്നു. അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യേശു വെളിപ്പെടുത്തിയ ദൈവം അതാണെന്ന് അറിയണം. ആ ദൈവത്തെങ്കിലേക്ക് ഇന്ന് രാത്രി ചുവട് വയ്ക്കണം. ബാക്കിയുള്ളതിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ചുവട് മാറ്റി ചവിട്ടുവാൻ ചിലരെങ്കിലും ഈ നാട്ടിൽ തയ്യാറായേ പറ്റൂ. ഇവിടുത്തെ വ്യാപാരി വ്യവസായികളുണ്ട്, ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള വീട്ടുകാരുണ്ട്, പല മതങ്ങളിലും പല വിശ്വാസങ്ങളിലുമാകാം. പക്ഷെ ഞാൻ പറയുന്നൊരു പൊതു തത്വമാണ്, ഏതെങ്കിലും ഒന്നിൽ നിന്ന് നിങ്ങളെ അടർത്തി മാറ്റുകയല്ല. എല്ലാവർക്കും വേണ്ടുന്ന ഒരു ഏക സത്യതയുമുണ്ട്. ദൈവത്തെ ഇവിടെ പങ്കുവെച്ചുകൊണ്ട്, ദൈവത്തെ ഇവിടെ പകത്തെടുത്തുകൊണ്ട് പലരും മതത്തിൻ്റെ, പാർട്ടിയുടെ, കുലത്തിൻ്റെ, കുടുംബത്തിൻ്റെ പേരിൽ മാറി നിന്നുകൊണ്ട് പരസ്പരം കയ്യാങ്കളി നടത്തുമ്പോൾ വേദപുസ്തകം എല്ലാവർക്കും വേണ്ടിയുള്ള മഹത് സത്യമായതുകൊണ്ട് അത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് ഒരു ഏക സത്യ ദൈവത്തെയാണ്. ഏതെങ്കിലും കുലത്തിൻ്റെ, കുടുംബത്തിൻ്റെ ആധിപത്യത്തിലുള്ളൊരു ദൈവമല്ല. ഏതെങ്കിലും ഒരു മന്ത്രവാദിയുടെ മന്ത്രോച്ചാരണത്തിൻ്റെ അക്ഷരക്കൂട്ടിനകത്ത് കാലുകുരുങ്ങി നിൽക്കുന്നൊരു ദൈവമല്ല. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന, എല്ലാവരെയും കാണുന്ന, എല്ലാവരെയും കേൾക്കുന്ന, എല്ലാവരെയും അറിയുന്ന, എല്ലാവരുടെയും അരികിലെത്തുന്ന, ദളിതനോട് മാറി നിൽക്കാനും സവർണനോട് കയറി വരാനും പറയുന്ന ഒരു ദൈവമല്ല. കീശയിൽ കാശിൻ്റെ കനമുള്ളവനോട് പ്രസാദവും അല്ലാത്തവനോട് നീരസമുള്ളൊരു ദൈവമല്ല. എല്ലാവരെയും ഒരേപോലെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ ആ ദൈവത്തെയാണ് യേശു വെളിപ്പെടുത്തിയത്. ആ ദൈവം എൻ്റെ പിതാവാണെന്ന് ബോധ്യമുള്ളവരെ കരമടിച്ചൊന്ന് ആരാധിച്ചു. ദൈവമെന്ന് പറയുന്ന ആളത്വം, സത്യത്തെ, ദൈവമെന്ന് പറയുന്ന ഔന്നത്യത്തെ, ദൈവമെന്ന് പറയുന്ന ഉത്തുംഗ പ്രതാപത്തെ നമുക്ക് വെളിപ്പെടുത്താനാണ് യേശു പാർത്തലത്തിലേക്ക് വന്നത്. മറക്കരുത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഏകസത്യ ദൈവത്തെ വെളിപ്പെടുത്താനാണ്. ക്രിസ്തു വെളിപ്പെടുത്തിയ ആ ദൈവമാണ് സത്യദൈവം. കാരണം സ്വർഗത്തിൽ നിന്ന് വന്നവന് മാത്രമേ സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് അറിയാവൂ. ആ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്താനാണ് കർത്താവ് വന്നത്. 1 യോഹന്നാൻ 5:20 മറക്കരുത്. ഇനി യേശുവെന്തിനാ ഭൂമിയിലേക്ക് വന്നത്? അടുത്ത ചിന്ത വേഗം പറഞ്ഞു പോകട്ടെ, സമയം നമ്മുടെ പിടിയിൽ നിൽക്കില്ല. വേഗം സമയം മുൻപോട്ട് പോവുക. രണ്ടാമത്തെ ചിന്ത എന്താണെന്നറിയാമോ? യേശു ഈ പാർത്തലത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം, രണ്ടാം ആഗമന ഉദ്ദേശം. ഒരിക്കൽ ഈ പാർത്തലത്തിൽ വന്നത് 4 കാര്യങ്ങൾ നിർവഹണത്തിന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. 4 കാര്യങ്ങൾ നീക്കാനാണ്. അതിലൊന്നാമത്തേതാണ് സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കുക. രണ്ടാമത്തേത് കേട്ടോണേ, പാപങ്ങളെ നീക്കുക. സ്തോത്രം. പാപങ്ങളെ നീക്കാനാണ് യേശു വന്നത്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? പാപങ്ങളെ, പാപത്തെ എന്നല്ല വാക്യം, പാപങ്ങളെ. 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 5-ാമത് വാക്യം. യേശു പാർത്തലത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുന്ന അനുഗ്രഹിത വാക്യമാ, പാപങ്ങളെ നീക്കേണ്ടതിന്. 1 യോഹന്നാൻ 3:5 മറന്നുപോകരുത്. കുഞ്ഞുങ്ങളാരും മറക്കരുത്, യുവതിവാക്കന്മാർ മറക്കരുത്. ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ക്രിസ്തുവിൻ്റെ ഭൂതലത്തിലേക്കുള്ള ആഗമന ഉദ്ദേശം എന്തായിരുന്നു? നീക്കുക എന്നത്. എന്ത് നീക്കുവാൻ? സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കുവാൻ. 2, എന്തു നീക്കുവാൻ? പാപങ്ങളെ നീക്കുവാൻ. പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യനിവിടെ അവലംബമാക്കിയ പദ്ധതികളൊന്നും വിജയിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്തത് ഈ വർഷം ചെയ്യണ്ടല്ലോ, കഴിഞ്ഞ മാസം ചെയ്യേണ്ടത് കഴിഞ്ഞ മാസം ചെയ്തത് ഈ മാസം ചെയ്യണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഈ ആഴ്ചയും പിന്നെയും ചെയ്യണോ, പ്രഭാതത്തിൽ ചെയ്തത് പിന്നെയും പ്രദോഷത്തിൽ ചെയ്യണോ? വേണ്ട. നേർച്ചകൾ, കാഴ്ചകൾ, അർപ്പണങ്ങൾ, തർപ്പണങ്ങൾ എന്ന് വേണ്ട സകലവിധ കർമ്മപരിപാടികളും മുറതെറ്റാതെ ചെയ്തേ പറ്റൂ. അപ്പനപ്പൂപ്പന്മാർ ചെയ്തു വന്നതെല്ലാം തലമുറകൾ പിന്നെ മാറി മാറി ചെയ്തേ പറ്റൂ. അങ്ങനെ കർമ്മകാണ്ഡങ്ങൾ കൊണ്ട് പാപപരിഹാരം വരുത്തേണ്ടതിന് നരബലിയും മൃഗബലിയും എല്ലാം ഇവിടെ അവലംബമാക്കുമ്പോൾ തൻ്റെ ദേഹമെന്ന യാഗത്തിലൂടെ മനുഷ്യൻ്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ യേശു ഒരിക്കൽ പാർത്തലത്തിൽ പ്രത്യക്ഷനായി. അവിടെ വ്യക്തമാക്കുന്നുണ്ട്, പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായി. എന്തിനെയാണ്? പാപങ്ങളെ.
പാപങ്ങൾ എന്ന ബഹുവചന പ്രയോഗം എന്താ അർത്ഥമാക്കുക? പാപങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം, കൊലപാതകം, മോഷണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൂടെ പട്ടികയായി പറയുന്നത് കൊണ്ടാണോ പാപങ്ങൾ? അല്ലല്ല. പിന്നെന്താ പാപങ്ങൾ എന്ന ബൈബിൾ പ്രയോഗം? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒന്ന്, ജന്മപാപം. രണ്ട്, കർമ്മപാപം. കണ്ടോ, അദമ്യ പാപത്തിൻ്റെ പിന്തുടർച്ചക്കാരായ മുഴുവൻ മനുഷ്യരും ജന്മപാപത്തിന് കീഴിലാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എൻ്റെ അമ്മ പാപിയായിരുന്നു, അപ്പൻ പാപിയാണ്. രണ്ടുപേരുടെയും സംഗമത്താലാണ് എൻ്റെ ജനനമുണ്ടായത്. അങ്ങനെ വരുമ്പോൾ ഞാനും പാപിയായിട്ടാണ് ജനനം സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ജന്മപാപം ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ വേദാന്തികളും ഒരേപോലെ സമ്മതിക്കുന്നു ജന്മപാപം. ആ ജന്മപാപത്തിനും പിന്നെ പാപിയായിട്ടാണ് ജനിച്ചതെങ്കിൽ ചെയ്തതെല്ലാം കർമ്മം. ആ കർമ്മപദത്തിൽ ചെയ്തതെല്ലാം പാപമല്ലേ? അതാ കർമ്മപാപം എന്ന് പറയുക. കർമ്മപദത്തിലെ പാപം. ഇത് രണ്ടും മാറ്റേണ്ടതിന്, അതുകൊണ്ടാണ് യോർദാൻ നദിയുടെ തീരത്തേക്ക് ഇറങ്ങി വരുന്ന, ഓരത്തേക്ക് ഇറങ്ങി വരുന്ന മിശിഹായെ കണ്ടിട്ട് യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്, ചുമന്നൊഴിക്കാൻ വന്ന ഒരുവനേ ഉള്ളൂ. അബിയാക്കൂറിൻ്റെ ക്രമപ്രകാരം മുറതെറ്റാതെ കയറി വന്ന പുരോഹിതന്മാർ എത്ര പേരുണ്ട്? തൻ്റെ അപ്പൻ സക്കറിയ അടക്കമുള്ളവരുണ്ട്. അവരെ ആരെയും നോക്കി യോഹന്നാൻ അത് പറഞ്ഞില്ല. പക്ഷേ മിശിഹായെ നോക്കി. 30 വയസ്സ് തികഞ്ഞ ഒരു പുരുഷകായം, സൗന്ദര്യമുള്ള ആരോഗ്യദളഗാത്രനായ പാസ്റ്റർ സണ്ണി പറഞ്ഞ പോലെ ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനായ ആ യേശു ഇറങ്ങി വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ പറയുന്നു, പാപത്തെ ചുമക്കാനുള്ളവനാണ് ഇവൻ, പാപങ്ങളെ നീക്കാനാണ് യേശുവിൻ്റെ ആഗമനം. യേശുവിനെ വിപ്ലവകാരിയായിട്ടൊക്കെ കാണുന്നവരുണ്ട്, യേശുവിനെ ഒരു സഖാവായി കാണുന്നവരുണ്ട്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരൊക്കെ യേശുവിനെ സഖാവായി കാണുകയും യേശുവിനെ വിപ്ലവകാരിയായി കാണുകയും പറയുകയുമൊക്കെ ചെയ്യാറുണ്ട്. സഖാവ് ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സിൽ യേശുവിൻ്റെ മൈക്കലാഞ്ചലോ വരച്ച പടം കൂടെ അവർ ചേർക്കാറുണ്ട്. പരാതിയൊന്നുമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. യേശു വിപ്ലവകാരി എന്ന് പറയുന്നതിനകത്ത് എനിക്കും അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ വിപ്ലവം എന്ന് പറയുന്നത് തീയുണ്ട കൊണ്ടോ ബോംബ് കൊണ്ടോ മറ്റു തരം സമരസന്നാഹങ്ങൾ കൊണ്ടോ അല്ല. യേശുവിൻ്റെ വിപ്ലവം എപ്പോഴും സ്നേഹം കൊണ്ടായിരുന്നു. സ്നേഹം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ ഒരേ ഒരു നായകനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. എന്തിനാണ് അങ്ങനെ അദ്ദേഹം ഈ പാർത്തലത്തിലേക്ക് വന്നത്? പാപങ്ങളെ നീക്കുക എന്നുള്ളതാണ്. ദൈവമക്കൾ അറിയുവാൻ, ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അറിയുവാൻ, പാപം എന്ന വിഷയത്തെക്കുറിച്ച് 4 വിചാരങ്ങൾ പറയുന്നു. ശ്രദ്ധിച്ചോണം. എന്താണ് പാപം എന്ന് പറയുന്നത്? പാപം എന്താണ് എന്ന് ചോദിച്ചാൽ ഒത്തിരി തിന്മയുടെ ദൂഷ്യങ്ങൾ നമുക്ക് ദുർഗുണങ്ങളായി പറയാനുണ്ട്. എന്നാൽ അവയെല്ലാം കൂടെ ചേർത്തുകൊണ്ട് 4 നിർവചനം പാപമെന്നാൽ എന്ത് എന്നുള്ളതിന് അറിയാതെ പോകരുത് ഈ രാത്രിയിൽ. വാട്ട് ഈസ് സിൻ? എന്താണ് പാപം? യൂത്ത്സ് അടക്കം എല്ലാവരും അറിയണം. ഒന്ന്, പാപം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് വ്യക്തവും ശക്തവും യുക്തവുമായ നിർവചനമെന്ന് പറയുന്നത്, ഒന്നാമത്തേത്, പാപമെന്ന് പറയുന്നത് സത്യദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം പാപമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? നാം ആരാധിക്കേണ്ട, ആശ്രയിക്കേണ്ട, നാം അനുസരിക്കേണ്ട, അനുകരിക്കേണ്ട ഏക സത്യ ദൈവത്തിൻ്റെ സ്വഭാവം വിശുദ്ധമാണ്. ആ വിശുദ്ധ സ്വഭാവത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം പാപമാണ്. മനസ്സിലായില്ലേ? 2, ദൈവത്തിൻ്റെ സനാതന വചനത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. നമുക്ക് എഴുതി കിട്ടിയ വചനത്തിന് വിരുദ്ധമായ ജീവിത നടപടികൾ പാപമാണ്. അരുത് 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 എന്ന് വിലക്കുന്ന ഒട്ടനവധി വചനങ്ങളുണ്ട്. അതിന് വിരുദ്ധമായി നമ്മൾ ചെയ്താൽ അതെല്ലാം എന്തുമായി വരും? പാപമായി വരും. മറക്കല്ലേ, ഈ ചിന്ത മറക്കല്ലേ. പാപമെന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് യുക്തമായി മറുപടിയാണ്. ഒന്ന്, ഏകസത്യ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. കള്ളും കഞ്ചാവും പുകവലിയും അവിശ്വസ്തതയും വിമർശനവും വിരോധവും വിദ്വേഷവും വിഭാഗികതയും തമ്മിൽ തല്ലും കൊല്ലും കൊലവിളിയും അക്രമങ്ങളും അനീതികളും കൈയിട്ടുപാരലും അവരനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ചെയ്യുന്ന നിഗൂഢ പദ്ധതികളൊന്നും സത്യദൈവത്തിൻ്റെ സ്വഭാവമല്ല. അങ്ങനെയുള്ള ദൂഷ്യങ്ങൾ ചെയ്യരുത് എന്ന് എഴുതി കിട്ടിയ പ്രമാണമുണ്ട്. അതാണ് സനാതന വചനം, വിശുദ്ധ ബൈബിൾ. അതിന് വിരുദ്ധമായതെല്ലാം പാപമാണ്. 2 കാര്യം കിട്ടിയല്ലോ. മൂന്നാമത്തേത്, സത്യസഭയുടെ സംസ്കാരത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം പാപമാണ്. സഭയുടെ സംസ്കാരമെന്നല്ല, സത്യസഭയുടെ. എല്ലാം ഒന്നും സഭയല്ല. സത്യസഭ എന്ന് പറയുന്ന ഒന്നുണ്ട് വേദപുസ്തക വീക്ഷണത്തിൽ. യേശുവിൻ്റെ ചോരയാൽ രൂപീകൃതമാകുകയും യേശു തലയായിരിക്കുകയും സത്യദൈവത്തിൻ്റെ ഉടമസ്ഥതയിലാകുകയും അപ്പോൾ തന്നെ സത്യദൈവത്തിൻ്റെ സത്യവചനത്തിൽ അധിഷ്ഠിതമാകുകയും സത്യകൃപയാൽ വ്യാപരിക്കപ്പെടുകയും സത്യബന്ധത്തിൽ തുടരുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അതിനെയാണ് സഭയെന്ന് വിളിക്കുക. എത്ര പേർക്ക് ബോധ്യമായി? ക്രിസ്തുവെന്ന തലയോട് യുക്തമായി ഏകീഭവിക്കുന്ന ജനത്തിൻ്റെ കൂട്ടത്തെയാണ് സഭ. എഫെസ്യ ലേഖനത്തിലാണ് ആ പ്രയോഗം. ക്രിസ്തുവെന്ന തലയോട് നമ്മൾ എങ്ങനെ ചേരണം? യുക്തമായി ചേരണം.
യുക്തമായി ചേരുന്നതിൻ്റെ ആദ്യത്തെ നടപടി മാനസാന്തരമാണ്. രണ്ടാമത്തെ നടപടി സ്നാനമാണ്. മൂന്നാമത്തെ നടപടി ആത്മനിറവാണ്. അന്യഭാഷാ ഭാഷണം, വിശുദ്ധി, വേർപാട്, ആദിയായത് ആചരിച്ച് അപ്പോസ്തോലിക ഉപദേശത്തിൽ നിന്ന് അണുകെട്ട് വ്യതിചലിക്കാതെ അതിനകത്ത് തന്നെ നിലകൊള്ളുന്നത് യുക്തമായ ഏകീഭാവം, യുക്തമായി അതിനോട് ചേരുക. അങ്ങനെ നിൽക്കുന്ന ആ സഭയുടെ ഒരു സംസ്കാരമുണ്ട്. അത് അഭിഷേക സംസ്കാരമാണ്. ആ അഭിഷേക സംസ്കാരത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം പാപമാണ്. ഉടുക്കുന്നതും ഉണ്ണുന്നതും പറയുന്നതും കേൾക്കുന്നതും തട്ടിമുട്ടി ഉരുമി ഉരഞ്ഞ് നടക്കുന്നതും മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതും സാമൂഹ്യബന്ധം, സഭാബന്ധം, ദാമ്പത്യം, സാമ്പത്തികം അടക്കമുള്ള സകല ഇടപാടുകളിലും സത്യസഭയുടെ സംസ്കാരത്തെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ആ സംസ്കാരത്തിന് വിരുദ്ധമായി വരുന്നതിനെ എല്ലാം എന്തോ എന്ന് പറയണം? പാപമെന്ന് പറയണം. 3 നിർവചനങ്ങൾ കിട്ടിയവർക്കായി സ്തോത്രം ചെയ്യുന്നു. 4-മതൊരു നിർവചനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നൊരു നിർവചനത്തെ നമ്മൾ രൂപീകരിക്കണം. നമ്മിൽ നിന്ന് ദൈവ തേജസ് നഷ്ടമാകുന്ന ഏത് പ്രവൃത്തിയും പാപമാണ്. നമ്മിലൊരു ദൈവികാംശമുണ്ട്, നമ്മിലൊരു ദൈവ സാന്നിധ്യമുണ്ട്, നമ്മോടുകൂടെ ഒരു ദൈവ സാമീപ്യമുണ്ട്. എപ്പോഴാണോ അത് നഷ്ടപ്പെടുക, ആ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണോ അതിനെയാണ് പാപമെന്ന് വിളിക്കുക. എത്ര പേർക്ക് ബോധ്യമായി 4 കാര്യങ്ങൾ? ഈ പാപങ്ങളെ നമ്മിൽ നിന്നെടുത്ത് മാറ്റാനാണ് കർത്താവ് ഈ പാർത്തലത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. അപ്പോൾ പാപങ്ങളെ നീക്കേണ്ടതിന് വന്നു എന്നതാണ്. ഇനി വേദപുസ്തകം പഠിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. വേദപുസ്തകത്തെ പഠിക്കുകയും പ്രസംഗത്തിൻ്റെ കുറിപ്പുകൾ എഴുതുകയും ചെയ്യുവാൻ മനസ്സ് കാട്ടി മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയേണ്ടതിനു വേണ്ടി ചില വിചാരങ്ങൾ പറയാം. പാപമെന്ന പദം മനുഷ്യനല്ല ആദ്യം ഉരുവിടുന്നത്. പാപമെന്ന വാക്ക് ആദ്യം മിണ്ടുന്നത് മനുഷ്യനല്ല, ദൈവമായ യഹോവ തന്നെയാണ്. കയ്യിനോട് പറയുന്നു, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. പാപം ചെയ്തത് മനുഷ്യനാ, പക്ഷെ പാപമെന്ന പദം ആദ്യം ഉരിയാടുന്നത് യഹോവയായ ദൈവമാണ്. കയ്യിനോട് പറയുക, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6-ാമത് വാക്യത്തിലാണ് ആ ശബ്ദം നാം കേൾക്കുക. അത് കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ ഈ പാപമെന്ന പദം എവിടെയൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ച് എണ്ണി തിട്ടപ്പെടുത്തി വന്നാൽ ഏറ്റവും ഒടുവിൽ പാപമെന്ന പദമുള്ളത് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 5-ാമത് വാക്യത്തിലാണ്. ബാബിലോണിൻ്റെ പാപം അങ്ങ് സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഉൽപ്പത്തി 4-ന്റെ 7 മുതൽ വെളിപ്പാട് 18-ന്റെ 5 വരെ 570 തവണയാണ് പാപമെന്ന പദം വിശുദ്ധ ബൈബിളിലുള്ളത്. 570 തവണ, മറക്കരുത്. റോമാലേഖനത്തിൽ 55 പ്രാവശ്യം പറയുന്നുണ്ട് പാപം. ലേവ്യ പുസ്തകത്തിൽ 32 പ്രാവശ്യം പാപമെന്ന പദമുണ്ട്. സങ്കീർത്തനങ്ങളിൽ ഉടനീളം 27 പ്രാവശ്യമുണ്ട് പാപമെന്ന പദം. എബ്രായ ലേഖനത്തിൽ മാത്രം 23 പ്രാവശ്യം പാപമെന്ന പദമുണ്ട്. റോമാലേഖനത്തിലാണ് 55 പ്രാവശ്യം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഈ അന്വേഷണ വഴിത്താറിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറയാം. 5 അധ്യായമുള്ളൂ 1 യോഹന്നാന്റെ ലേഖനം, 5 അധ്യായമേ ഉള്ളൂ. ആ 5 അധ്യായത്തിൽ 27 പ്രാവശ്യം പാപമെന്ന പദമുണ്ട്. യോഹന്നാനും പൗലോസിനും ഒക്കെ പാപം എന്ന പദത്തോട് പ്രണയമുള്ളത് കൊണ്ടല്ല ഇത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. നാം പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. പാപത്തെ സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറാൻ, പാപത്തോട് പോരാടി ജയം പ്രാപിക്കാൻ വേണ്ടിയാണ് പാപമെന്ന മാരകശക്തിയെ നമുക്ക് അങ്ങനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഈ 570 പ്രാവശ്യം പാപമെന്ന പദം ഉപയോഗിക്കുമ്പോൾ ഏകദേശം 570ഓളം വാക്യങ്ങളിൽ പാപമുണ്ടെന്ന് മനസ്സിലായില്ലേ? പാപമെന്ന പദമുണ്ടെന്ന് മനസ്സിലായില്ലേ? അതിലേറ്റവും ഘനഗംഭീര്യമായ കരുത്തുള്ളൊരു പ്രയോഗം 4-ാം സങ്കീർത്തനം 4-ാം വാക്യമാ. നടുങ്ങുവിൻ, ബാക്കി പറ, പാപം ചെയ്യാതിരിപ്പീൻ. വേദപുസ്തകം കനത്ത ശബ്ദത്തിൽ സകല മനുഷ്യനോടും അവൻ്റെ നെഞ്ചിലേക്ക് നോക്കി വിരൽ ചൂണ്ടി പറയുന്ന മഹത്തായൊരു പ്രഖ്യാപനമാ, നടുങ്ങണം, പാപം ചെയ്യരുത്. കാരണം എന്താണെന്നറിയാമോ? പാപത്തെ നീക്കേണ്ടതിന് ദൈവം ചെലവ് ചെയ്ത് തൻ്റെ ഏകജാതനായ പുത്രനെയാണ്. കാൽവറിയിൽ ഒഴുക്കിയ പുണ്യാഹരക്തം പാപങ്ങളെ നീക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ യേശു എന്തിനാണ് പാർത്തലത്തിലേക്ക് വന്നത്? മറന്നുപോകരുത്, പാപങ്ങളെ നീക്കാനാണ്. അതുകൊണ്ട് ഞങ്ങൾ ദേശനിവാസികളോട്, കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാം, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വേറൊരു വഴി തേടേണ്ടതില്ല. പാപപരിഹാരത്തിന് വേണ്ടി പാർത്തലത്തിൽ അവതരിച്ച് നസ്രനായ ക്രിസ്തു ഏക പാപ പരിഹാരകനാണ്, പാപവാഹിയാണ്, പാപവിമോചകനാണ്, പാപനാശകനാണ് എന്ന ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ പാദത്തിലണഞ്ഞ് യേശുവേ ഞാനൊരു പാപിയാണ് എന്ന് ഏറ്റുപറയുമ്പോൾ രക്തത്താൽ സകല പാപവും കഴുകി താങ്കളെ ശുദ്ധീകരിപ്പാനിടയാകും. മനുഷ്യർക്കറിയാവുന്നതോ അറിയാത്തതോ ആന്തരികമോ ബാഹ്യവുമായ മണ്ഡലങ്ങളെ പാപമെന്ന ക്ലാവ്, പാപമെന്ന തുരുമ്പ്, പാപമെന്ന കറ, പാപമെന്ന മാലിന്യം കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ പാടെ പരിഹരിച്ച് താങ്കളെ സ്വതന്ത്രമാക്കാൻ അതിനുവേണ്ടിയാണ് യേശു പാർത്തലത്തിൽ വന്നത്.
അപ്പോൾ യേശുവിൻ്റെ ആഗമന ഉദ്ദേശം 1, സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കുക. 2, പാപങ്ങളെ നീക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേത് എന്താ? മൂന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് 2 തിമോത്തിയോസ് 1-ാം അധ്യായം 10-ാമത് വാക്യം. 2 തിമോത്തിയോസ് 1:10 പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ മരണം നീക്കി ജീവനും അക്ഷയതയും നമുക്ക് നൽകേണ്ടതിന് പ്രത്യക്ഷനായ യേശു. ഹല്ലേലൂയ. യേശു മരണം നീക്കി എന്നൊരു വാക്യം കേട്ടിട്ട് സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ? യേശു മരണം നീക്കിയെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ നല്ല ശക്തമായ സ്തോത്രത്തിൻ്റെ അകമ്പടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എഴുന്ന തിരക്കായതുകൊണ്ടാണോ സ്തോത്രം പറയാൻ മടി കാണുന്നത്? സ്തോത്രം. അതോ മനസ്സിലാകാത്തത് കൊണ്ടാണോ? യേശു നീക്കിയത് മരണമാണ്. സകല മനുഷ്യനും മരണത്തിന് അധീനനാണ്. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് യേശു നീക്കിയെന്ന് പറയുന്നത്. ആ മരണം ഏതാണെന്നറിയാമോ? അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവരാരും മരിക്കത്തില്ലെന്നാണോ? അല്ലല്ല, മരിക്കും. മരണം തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇഴയടുപ്പമുള്ള എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. നാളെ രാവിലെ ഒരു ആൻറ്റിയുടെ ഫ്യൂണറൽ സർവീസിൽ എനിക്ക് സംബന്ധിക്കണം. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പാസ്റ്ററുടെ ആൻറ്റി മരണപ്പെട്ടു പോയി. പെട്ടെന്നുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ പെട്ടെന്ന് അവർ തൽക്ഷണം റോഡിൽ വീണ് മരിച്ചു. നാളെ ആ ഫ്യൂണറൽ എനിക്ക് സംബന്ധിക്കണം. അങ്ങ് ഓച്ചിറയിൽ പോകണം. രാവിലെ പോയേ പറ്റുള്ളൂ. അപ്പം മരണമെന്ന് പറയുന്നത് സ്വാഭാവികമാണ്, എല്ലായിടത്തുമുണ്ട്. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ പ്രത്യാശ എന്താണെന്നറിയാമോ? യോഹന്നാൻ 11:25 വാക്യം. യോഹന്നാൻ 11:25 പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എത്ര പ്രത്യാശയാണ്! ക്രൈസ്തവികതയിലേക്ക് ഓടിയും കയറി പോരെന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മരിച്ചാലും താങ്കൾ ജീവിക്കും എന്നുള്ളത് കൊണ്ടാണ്. മരിച്ചിട്ടും ജീവിക്കുവാനുള്ളൊരു സാധ്യത ക്രൈസ്തവികതയിലേ ഉള്ളൂ. വേറെ ആരും അത് ഉറക്കെ പറയുന്നില്ല. ഞങ്ങളതുകൊണ്ടാണ് എവിടെയും യോഗം വെച്ച് ഈ കാര്യം വിളിച്ച് പറയുന്നതും പാടിക്കേൽപ്പിക്കുന്നതും. മരിച്ചു കഴിഞ്ഞാലും യേശുവിൽ വിശ്വസിക്കുന്നവൻ പിന്നെയും ജീവിക്കും. എങ്ങനെ ജീവിക്കുമെന്നാണ് പറയുക? വിട്ടിലായിട്ട്, പഴുതാരയായിട്ട്, എലിയായി, പുലിയായി, നരിച്ചീറായിട്ട് വരുമെന്നല്ല. പിന്നെ ആരായിട്ട് ജീവിക്കുമെന്ന? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ഉയർത്തെഴുന്നേറ്റ് വരും. അതെന്നെ പ്രത്യാശയാന്ന് നോക്ക്. 99 വയസ്സിൽ മരിച്ച അപ്പച്ചനും വടിയും കുത്തിയല്ല കുഴി വരുന്നേ. മനസ്സിലായോ മക്കളെ? ആ കയ്യോ എന്തോ അന്നേ മോനെ ഞാനന്ന് കയറി വരട്ടെ അങ്ങനൊന്നും പറഞ്ഞ് വിറച്ചോണ്ട് നിൽക്കത്തില്ല 99 വയസ്സുകാരൻ അപ്പച്ചൻ. 33.5 വയസ്സിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെ അമർത്യതയുടെ നവയൗവനത്തിലേക്ക് അദ്ദേഹം മാറുകയാണ്. 1.5 വയസ്സിലോ 2 വയസ്സിലോ മരിച്ചുപോയ ഒരു കുഞ്ഞ് കുഴിയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച് വരുന്നത് കമന്ന് കിടന്ന് നീന്തിക്കൊണ്ടല്ല. ഒരു 33-കാരൻ എഴുന്നേറ്റ് വന്ന അതേ പകിട്ടോടെയാണ് വരിക. പുനരുത്ഥാന ശരീരത്തെക്കുറിച്ച് പഠിക്കണം. അത്ഭുതമാണ്. നമുക്ക് കർത്താവ് തരാൻ പോകുന്ന ഒരു പുതിയ ശരീരമുണ്ടല്ലോ. ആ ശരീരം മൺമയമല്ല, വിൺമയമാണ്. ദ്രവത്വമുള്ളതല്ല, അദ്രവത്വമുള്ളതാണ്. ക്ഷണികമല്ല, അക്ഷയമായതാണ്. മണ്ണിൻ്റേതല്ല, വിണ്ണിൻ്റേതാണ്, സ്വർഗീയമാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശയാണ് ക്രൈസ്തവികതയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. ആ പ്രത്യാശയില്ലെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇവിടെ പഠിപ്പിക്കുന്ന ചില പഠിപ്പിക്കലുകൾ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എലിയായി, പുലിയായി പിന്നെയും വരും. അങ്ങനെ 1ഉം 2ഉമല്ല, 85 ലക്ഷം ജനന മരണങ്ങൾ നടന്നെങ്കിലേ മോക്ഷവും മുക്തിയും സായുജ്യവും ശാന്തിയും പ്രാപിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് വാഴക്കൈയിൽ വിരുന്ന് വിളിക്കാൻ വന്നിരിക്കുന്ന കാക്കയെ എറിയാൻ കല്ലെടുക്കുമ്പോൾ വല്യമ്മച്ചും അവനെ കുഞ്ഞെ എറിയല്ലേ മോനെ കാക്കയെ എറിയല്ലേ. അതെന്താ അമ്മച്ചി എന്ന് ചോദിക്കുമ്പോഴാണ് പറയും, അത് നമ്മുടെ വല്യമ്മച്ചി നമ്മളെ കാണാൻ വന്നതെന്നാ പറയാം, കാക്കയുടെ രൂപത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം കൊറോണ വന്ന് മരിച്ചുപോയ അമ്മച്ചി നമ്മളെ കാണാൻ കാക്കയുടെ രൂപത്തിൽ വന്നതെന്ന്. എടുത്ത കല്ല് വെറുതെ ആയി പോയല്ലോ എന്നോർത്ത് ചെറുക്കൻ എന്നാ ചെയ്യണമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് പരിചയമില്ലാത്തൊരു നായ അതിലേ ഓടി വരുന്നത്. എന്നാൽ അതിനിട്ട് കീച്ചേക്കാന്ന് വിചാരിച്ച് അവൻ എറിയാൻ തുടങ്ങും. അമ്മച്ചി എറിയല്ലേ അത് നമ്മുടെ വല്യപ്പച്ചനാന്നാ പറയുക. അപ്പോൾ വാഴക്കൈയിലിരുന്ന് വിരുന്ന് വിളിക്കുന്ന കാക്ക വല്യമ്മച്ചിയും അതിലെ വാലുമാട്ടി ഓടിപ്പോയ നായ നമ്മുടെ മുത്തച്ഛനുമാണെന്ന് പറയുന്നത് പോലെ ഗതികെട്ട തിയോളജി വല്ലതും ഉണ്ടോ വേറെ? മനുഷ്യനായിട്ടുള്ള ജന്മമാണ് ഏറ്റവും ഉത്തമമായ ജന്മം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? നായും നരിച്ചീറും പോത്തും ആനയും കടുവയായിട്ട് ജനിക്കുന്നതിനേക്കാൾ ഉത്തമമായ, ഉദാത്തമായ, ഉത്കൃഷ്ടമായ, ഉന്നതമായ ജന്മമെന്ന് പറയുന്നത് മനുഷ്യജന്മമാണ്. മനുഷ്യജന്മത്തിന് കാളയുടെ ജന്മത്തിൽ നിന്നും, പോത്തിൻ്റെ ജന്മത്തിൽ നിന്നും, പന്നിയുടെ ജന്മത്തിൽ നിന്നും, പഴുതാരയുടെ, എലിയുടെ, പുലിയുടെ, നരിച്ചീറിൻ്റെ ജന്മത്തിൽ നിന്നും വ്യത്യാസം എന്തോന്ന് മനസ്സിലായിട്ടുണ്ടോ? വ്യത്യാസം 1, നമുക്ക് ആത്മാവ്, ദേഹി, ദേഹം 3 ഘടകങ്ങളുണ്ട്. ബാക്കി പറഞ്ഞ മൃഗങ്ങൾക്ക്, പ്രാണികൾക്ക്, പറവകൾക്ക്, ജന്തുക്കൾക്കെല്ലാം ദേഹമുണ്ട്, ദേഹിയുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ആത്മാവില്ല. ആത്മാവ് ദൈവവുമായിട്ട് ഇടപെടാനുള്ള ഘടകമാണ്. അതുള്ളത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം ഉണ്ടാകട്ടെ
എന്ന് പറഞ്ഞപ്പോഴുണ്ടായി വന്നതാണ്. അതത് തരം കാട്ടുമൃഗങ്ങൾ, അതത് തരം വിത്തുള്ള സസ്യങ്ങൾ, അതത് തരം പറവജാതികൾ പറക്കട്ടെ, ജനിക്കട്ടെ, മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞ മാത്രയിൽ ഉദ്ഭൂതമായി വന്നത്. പക്ഷേ മണ്ണിലിറങ്ങി വന്ന് പണിയെടുത്തുണ്ടാക്കിയത് നമ്മളെ ഓരോരുത്തരെയും. അത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. മനസ്സിലായോ? അതാണ് മൃഗജാലങ്ങളും പക്ഷിജാലങ്ങളും പറവജാലങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ആത്മാവെന്ന ഘടകം നമ്മിലേക്ക് ദൈവം നൽകിയാണ് നമ്മളെ ജീവനുള്ള ദേഹിയാക്കി മാറ്റിയത്. അതുകൊണ്ട് ദൈവവിചാരം മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണോ? വീണ്ടും വിചാരം നമുക്കല്ലേ ഉള്ളൂ. സ്വതന്ത്രം പറയാവോ? മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്തോന്ന് വീണ്ടും വിചാരം? തിരിച്ചറിവ്. കള്ളു കുടിച്ചിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. കള്ളു കുടിക്കാതെ സുബോധത്തോടെ ഇരിക്കുമ്പോൾ വീണ്ടും വിചാരമില്ലേ? കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിലെ ഇടവഴിയിൽ ഏതാ വഴിയെന്ന് അറിയാൻ വയ്യാതെ കുരുങ്ങിക്കിടക്കുന്ന പുള്ളികൾ, ചേട്ടൻ ഇവിടുത്തുകാരനാണോ? അതേ ആണല്ലോ, എൻ്റെ വീട് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന പുള്ളികളുണ്ട്. കള്ളു കുടിച്ചപ്പോൾ ലെക്ക് പോയതാണ്. കള്ളു കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ലഗാനില്ലായ്മയെക്കുറിച്ചല്ല ഞാൻ പറയുക. അല്ലാതെ തന്നെ വീണ്ടും വിചാരമുള്ള ഒരേ ഒരു ജീവി ആരേ ഉള്ളൂ? മനുഷ്യനാണ്. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അമ്മയുടെ അനിയത്തിയാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഭാര്യയുടെ അനിയത്തിയ, ഇതെൻ്റെ കുഞ്ഞു പെങ്ങള, ഇതെൻ്റെ മൂത്ത പെങ്ങള. ഈ വിചാരം ആർക്കേ ഉള്ളൂ? പറ, ആർക്കേ ഉള്ളൂ ഇത്? മനുഷ്യന് മുട്ടനാടിനുണ്ടോ ഈ വിചാരം? പൂവൻകോഴിക്കുണ്ടോ ഈ വിചാരം? ഇതെൻ്റെ അമ്മ കോഴിയാണ്, ഇതെൻ്റെ പെങ്ങൾ കോഴിയാണ്, ഏതെങ്കിലും പൂവൻകോഴിക്ക് വീണ്ടും വിചാരമുണ്ടോ? അതുകൊണ്ട് സകല പ്രാണികൾക്കും ഇത് തന്നെയാണ് ഗതികേട്. മനുഷ്യനുള്ള ഈ വീണ്ടും വിചാരം, ഈ ബന്ധത്തിൻ്റെ ആധികാരികത, സ്വന്തത്തിൻ്റെ ആധികാരികത, ഇതൊന്നും വേറെ ഒരു ജീവജാലത്തിനുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യനായി ജനിച്ചിട്ട് മോക്ഷം കിട്ടാത്ത ഒരൊറ്റ വ്യക്തിയും പിന്നെ മൃഗമായി ജനിച്ച മോക്ഷം കിട്ടുമോ? കിട്ടത്തില്ല. അതുകൊണ്ട് ആ പഠിപ്പിക്കലിനെ ഞങ്ങൾ 8ആയി മടക്കി ബേസ്ബിന്നിലേക്ക് തട്ടിയിട്ട് വേദപുസ്തകത്തെ നെഞ്ചോടടുപ്പിച്ചിട്ട് ഉറക്കെ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അതുകൊണ്ട് മരണാനന്തരം ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുക, മരണത്തെ നീക്കുക. ഏത് മരണം? നിത്യമരണം. അതേതാ? നരകത്തിലേക്കുള്ള എടുത്തെറിയൽ. അത് നമ്മിൽ നിന്ന് മാറ്റി നമുക്ക് സ്വാതന്ത്ര്യം തരേണ്ടതിന്, ജീവൻ തരേണ്ടതിന്, ആ ജീവനാണ് വേദപുസ്തകം പറയുന്ന നിത്യജീവൻ. ആ ജീവൻ തരേണ്ടതിന് യേശു പാർത്തലത്തിലേക്ക് വന്നത്. ഒന്നുകൂടെ മഹത്തായ ഔന്നത്യത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ചാകുന്നിടം വരെ ഉള്ളൂ ജീവിതമെന്ന് പറഞ്ഞ് തിന്നുകുടിച്ച് മതിച്ചു പൊളച്ച് ജീവിച്ച് മുൻപോട്ട് പോകേണ്ട വരുമായിരുന്നു. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള ഉൾബോധം കർത്താവ് നമുക്ക് നൽകി തന്നു. മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്നുള്ളതിൻ്റെ ആധികാരികമായ തെളിവെന്താ? യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കൊരു ഉയർപ്പുണ്ടെന്ന ഉറപ്പ് തന്നിരിക്കുന്നു. യേശു ഉയർക്കാതെ മരിച്ച് ഇന്നും യേശുവിൻ്റെ കുഴിമാടം അങ്ങനെ അടഞ്ഞു കിടക്കായിരുന്നെങ്കിൽ ഉയർപ്പുണ്ടെന്നും പറഞ്ഞ് നമ്മൾ പാടത്തില്ല. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു എന്ന് പാടുമ്പോൾ എന്നെ ആവേശമാണ് നമുക്ക്. ആ പാട്ട് പാടുമ്പോൾ ആവേശമുണ്ടാകാനുള്ള കാരണം യേശു ഉയർത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്. യേശുവിൻ്റെ കല്ലറത്തോട്ടത്തിൽ ഇന്നും അടഞ്ഞു കിടക്കുകയായിരുന്നെങ്കിൽ, തൻ്റെ ശരീരം ആ മണ്ണിൽ വിലയം പ്രാപിച്ച് അവിടെ അങ്ങനെ കല്ലറത്തോട്ടം അടഞ്ഞു കിടക്കുകയായിരുന്നെങ്കിൽ, ആ കല്ലറ അടഞ്ഞതായിരുന്നെങ്കിൽ, ഉരുട്ടിവെച്ച 8 ടണ്ണുള്ള ഭാരമുള്ള കല്ല് അവിടെ തന്നെ ഉറപ്പായിട്ടിരിക്കുകയായിരുന്നെങ്കിൽ, റോമാ ഗവൺമെൻറ്റിൻ്റെ ആ മുദ്ര ചാർത്തിയ ചങ്ങല് പാറയിൽ നിന്ന് ബന്ധിച്ചത് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല ഉയർപ്പുണ്ടാകുമെന്ന്. കർത്താവിൻ്റെ കല്ലറ തുറന്ന് കിടക്കുന്നത് കൊണ്ട് നമുക്കൊരു ഉറപ്പ് കിട്ടിയത്, മരണാനന്തരം എനിക്കൊരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. ആ ഉയർപ്പിന് വ്യാപരിക്കപ്പെട്ടത് സാധാ ശക്തിയല്ല, പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുദ്ധാനത്തിൻ്റെ ശക്തി എനിക്ക് അറിയണമെന്നല്ല, അനുഭവിച്ചറിയണം. ഇന്ന് രാത്രി ചിന്തിച്ചോണം, ആ ശക്തി നമ്മുടെ മൺകൂടാരത്തിലേക്ക് വ്യാപരിക്കുമ്പോൾ മരണത്തിന് ശേഷം മാത്രമല്ല, ജീവിതത്തിൽ തന്നെ ഒരു ഉയർപ്പ് കർത്താവ് തരും. ഇന്നായിരിക്കുന്ന ചില അരിഷ്ടതാവസ്ഥകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് തരും. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവശക്തിയുടെ വ്യാപാരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അങ്ങോട്ട് പകർന്നു കഴിയുമ്പോഴുണ്ടല്ലോ, നിന്നെ പിടിച്ച് മുറുക്കി വെച്ചിരിക്കുന്ന, അടച്ച് വെച്ചിരിക്കുന്ന, നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില മേഖലകളിൽ നിന്ന് ഒരു ഉയർപ്പ് തരാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചു. ഈ രാത്രി ചില ഉയർപ്പ് നടക്കണം. ഞാൻ പറയുന്നത് മരണത്തിൽ നിന്നുള്ള ഉയർപ്പല്ലെന്ന്, ഇപ്പോൾ അനുഭവിക്കുന്ന ചില ജീവിത ക്ലേശങ്ങളിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, സാമ്പത്തിക പരാധീനതയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, കടം കൊടുത്ത് പലിശ കൊടുത്ത് ഒരു
ഒരു വല്ലാത്ത പരുവത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്. കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച്. മക്കളെ, നിന്റെ ഭാവിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണം. നീ ഒത്തിരി പഠിച്ചതാ, പക്ഷെ നിനക്ക് വഴി തുറക്കുന്നില്ല. നിന്നെ അടച്ചു വെച്ച് ബാധിക്കുന്ന ചില പോരുകളുണ്ട്. നിന്റെ ഭാവി ധന്യമാകണം. വേറെ ആരെയും ആശ്രയിക്കാതെ ഉപ്പുറ്റി ഉറപ്പിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുടെ ഉയർപ്പുണ്ടാകണം. ഹല്ലേലൂയ. ചില രോഗബന്ധനങ്ങളിൽ നിന്നൊരു ഉയർപ്പുണ്ടാകണം. ആൻറ്റി മനസ്സിലാകുന്നോ പറയുന്നത്? ഒരു ദുർവ്യാധി പിടിച്ചു, കിടപ്പിലായിപ്പോയി, ഇനി പൊങ്ങത്തില്ല. അതൊക്കെ നാട്ടുകാർ നമ്മളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത്. എന്താ പുള്ളി ഇപ്പം കവലെ കാണുന്നില്ലല്ലോ. ഓ, എന്നാ പറയാനാ, കിടപ്പായി പോയി പാവം, ഇനിയിപ്പോൾ പൊങ്ങത്തില്ല. അറിഞ്ഞെടുത്തോളം പുള്ളി ഇനി കവലെ വരാൻ സാധ്യതയില്ല. ഇതൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മനസ്സിലായോ? നമ്മളെ വന്ന് കാണാൻ നേരത്ത് മുന്തിരിങ്ങ, ഓറഞ്ച്, ആപ്പിള്, ഏത്തക്കായൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ അരികിലിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം തന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകുന്ന പുള്ളി, നമ്മളെ കാണാൻ അവിടുന്ന് ഒരു പുള്ളി ഇങ്ങോട്ട് വരിക. ഇവർ രണ്ടുപേരും കൂടെ ഇടയ്ക്ക് വെച്ചൊരു സംഭാഷണമുണ്ട്. അത് നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ കിടക്കലായതുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ കണ്ടിട്ട് അങ്ങോട്ട് പോയ പുള്ളി സുഹൃത്ത് ഇങ്ങോട്ട് വരിക. എവിടെ പോകുന്നു? ഓ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാം. ഞാനിപ്പോൾ കണ്ടിട്ട് വരിക. എങ്ങനുണ്ട്? ഓ, പോക്ക മിക്കവാറും. പക്ഷേ ഈ പുള്ളി നമ്മുടെ അടുക്ക വന്ന് പറഞ്ഞിട്ട് പോയി എന്തോന്നറിയാം, സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഇടവഴി വെച്ച് നമ്മളെക്കുറിച്ച് പറഞ്ഞ റിപ്പോർട്ട് മിക്കവാറും പോക്കാവും. കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നി. ഇനിയിപ്പോൾ അധികം കാലം ഇല്ലെന്ന്. അങ്ങനെ നിന്നെ അടയ്ക്കുന്ന, അങ്ങനെ നിന്നെ കിടത്തിക്കളയുന്ന, ഇടത്ത് നിന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്, ഒരു ഉയർപ്പിൻ്റെ ശക്തിയുണ്ട്, ഒരു ഉത്തേജനത്തിൻ്റെ ശക്തിയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് ആ ശക്തി വ്യാപരിപ്പിക്കുക കർത്താവ്. ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നിന്റെ ലേബല് മാറ്റുന്നൊരു ശക്തിയാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി. മരണം മാറ്റാൻ കഴിയുന്ന ഒരു ശക്തി, അതാണ് ലേബല് മാറ്റാൻ കഴിയുന്ന ശക്തി. രോഗിയാണെന്നുള്ള ലേബല്, കടക്കാരനാണെന്നുള്ള ലേബല്, വാടകക്കാരനാണെന്നുള്ള ലേബല്, ജോലിയില്ലാത്തവനാണെന്നുള്ള ലേബല് കർത്താവ് മാറ്റി ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ദൈവശക്തി കൊണ്ട് കർത്താവ് ചിലത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. മരണം നീക്കിയ കർത്താവ് ഒരു ഉയർപ്പിന്റെ ശക്തി നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. കർത്താവ് നീക്കിയ നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നാലാമത്തെ കർത്താവ് അപ്പം ഈ വാക്യം മറക്കരുത്. 2 തിമോത്തിയോസ് 1:10 മരണം നീക്കി. കർത്താവിൻ്റെ കാഹള നാളിലാണ് നമ്മുടെ മരണം നീങ്ങി നാം പുനരുത്ഥാനം പ്രാപിക്കുക. ക്രിസ്തുവിൽ മരിച്ചവരെന്തോ ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം എന്തോ ചെയ്യും? രൂപാന്തരപ്പെടും. അതിനുവേണ്ടിയ കർത്താവിൻ്റെ വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കാലമെല്ലാം കഴിയും, കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വരിയും. നാം കർത്താവിനോട് കൂടെ അവിടെ ആയിരിക്കും, ഇമ്പങ്ങളുടെ തീരും. ക്രൈസ്തവ സഭ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ കർത്താവിൻ്റെ പുനരാഗമനമാണ്. ഓക്കെ, നാലാമത് കർത്താവ് എന്തിനാണ് നീക്കി? അപ്പോൾ ഇത് അടുക്കടുക്കായി മറക്കല്ലേ. 1, സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നീക്കി. 2, പാപങ്ങളെ നീക്കി. 3, എന്തോ നീക്കി? മരണത്തെ നീക്കി. വെരി ഗുഡ്. നാലാമത് നീക്കിയത് എന്താണെന്നറിയാമോ? ഈ സത്യദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയും അതിൻ്റെ അനന്തരഫലമായി പാപവും, പാപത്തിൻ്റെ അനന്തരഫലമായ മരണവും മനുഷ്യനെ സംവിധാനം ചെയ്ത് വിജയിച്ച് നിൽക്കുന്ന പിശാചിനെ നീക്കി. ഓഹോ, സ്തോത്രം. യേശു നീക്കിയത് എന്തിനെയാ? പിശാചിനെ. വാക്യം എവിടെയാ? എബ്രായ ലേഖനം 2:14. എബ്രായർ 2:14 പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തത്തോടു കൂടിയവനായി തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ എന്തോ ചെയ്തു? നീക്കി. പിശാചിനെ നീക്കി എന്ന് പറഞ്ഞിട്ട് സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ? പിശാചിനെ നീക്കിയെന്ന് വിശ്വാസികൾ അങ്ങ് ഏറ്റെടുത്ത് വിശ്വസിക്കേ. സ്തോത്രം. ചിലർ വിശ്വസിക്കത്തില്ല. ഓ പ്രസംഗാരെ, ഞാൻ വിശ്വസിക്കത്തില്ല പിശാച് നീങ്ങിയെന്നൊക്കെ. അതിനാ ആൻറ്റി, ഇന്നലെ ഞാൻ കണ്ടല്ലോ പുള്ളിയെ. ഞാൻ വീട്ടിൽ വെച്ച് കണ്ടെന്ന്. അടുക്കളയിലോട്ട് കയറിയപ്പോൾ ഒരു മിന്നായം പോലെ ഇങ്ങനെ പോകുന്ന കണ്ടെന്ന്. മുറ്റത്തൂടെ ചൊവ്വാഴ്ചയാണെങ്കിൽ ഒരു രക്ഷയില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മുറ്റത്തോട് ഇങ്ങനെ ചങ്ങലയും വലിച്ചുകൊണ്ട് പോവുക. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വീട് തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ അവൻ അതിനകത്തുണ്ടായിരുന്നെന്ന്. ഇപ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് പുള്ളിയുടെ ക്ലിനിക്ക്, അറിയാമല്ലോ. എല്ലാ ദിവസവും വരത്തില്ല, ചൊവ്വാഴ്ച വെള്ളിയാഴ്ച. അതാണ് ആ സമയം നോക്കി നമുക്ക് ചില പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. പിശാചിനെ കർത്താവ് തൻ്റെ മരണത്താൽ എന്തോ ചെയ്തിട്ടുണ്ട്? നീക്കിയെന്ന് പറഞ്ഞാൽ എവിടുന്ന് നീക്കിയെന്ന? ഈ നാട്ടിൽ നിന്ന് നീക്കിയെന്നാണോ? അല്ലല്ല. പാറശാലയിൽ നിന്ന്, കളിയിക്കവിളിയിൽ നിന്ന്, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാറ്റിയെന്നോ? അല്ല. കേരളത്തിൽ നീക്കിയെന്നാണോ? അല്ല. പിന്നെ എവിടുന്നാ ഈ നീക്കി? എബ്രായർ 2:14 പറയുന്നു പിശാചിനെ നീക്കി. എവിടുന്നാ നീക്കിയെന്നറിയാമോ? അതറിയണം. എവിടുന്ന് നീക്കിയെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് നമ്മിൽ നിന്ന് നീക്കിയിട്ടുണ്ട്.
നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിന്റെ പേരിൽ തീരെഴുതി കിട്ടിയ ഭൂമിയിൽ നിന്ന് അവനെ മാറ്റിയിട്ടുണ്ട്. നീ പാർക്കുന്ന ചെറുതും വലുതുമായ വീടുണ്ടല്ലോ, അതിനകത്തും നീക്കിയിട്ടുണ്ട്. രക്തത്തിൻ്റെ ഫലമായി ദൈവം തന്ന ഉദരഫലങ്ങളുണ്ടല്ലോ, തലമുറ, അവരിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവിധമായ അവകാശങ്ങൾ നീക്കിയിട്ടുണ്ട്. നിന്റെ പെൺകുഞ്ഞിനെ തൊടാൻ, നിന്റെ ആൺകുഞ്ഞിനെ തൊടാൻ, നിന്റെ പെൺകുഞ്ഞിനെ അന്യാധീനപ്പെടുത്തുവാൻ, അവളെ വശീകരിക്കാൻ കഴിയുന്ന ഒരു തന്ത്രത്തെയും വിജയിപ്പിക്കാതെ, നിന്റെ ആൺകുഞ്ഞിനെ വെറുതെ ഒരു കവലച്ചട്ടമ്പിയാക്കാനോ, കള്ളിൻ്റെ പുറകെ, ബീഡിയുടെ പുറകെ, പുകവലിയുടെ പുറകെ നിന്റെ തലമുറയെ വിട്ടുകൊടുക്കാനോ പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. ആൻറ്റി പ്രാർത്ഥിച്ചാൽ മതി, മമ്മി പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ മോനെ കർത്താവ് മടക്കിക്കൊണ്ട് വരും, നിന്റെ മോളെ കർത്താവ് മടക്കിക്കൊണ്ട് വരും. പെന്തക്കോസിനോട് താല്പര്യമില്ലാതെ പുറംതിരിഞ്ഞു പോകുന്ന തലമുറയെ കർത്താവ് മടക്കിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. കാരണം പിശാചിനെ നീക്കി എന്നുള്ള വചനത്തെ ഏറ്റെടുത്ത്, വാഗ്ദത്തമായി അതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നിന്റെ ശരീരത്തിൽ പിശാചിന് അവകാശമില്ല. നിന്റെ നന്മയുടെ മീതെ അവന്റെ ചെങ്കോല് വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എടുത്തു മാറ്റെന്ന് പറയാൻ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവും അതുമായിട്ട് ബന്ധപ്പെട്ട കൃപാവരങ്ങളും കർത്താവ് തന്നിരിക്കുന്നത് പ്രൈസ് ആൻഡ് വർഷിപ്പിന് മാത്രമല്ല, താളമുള്ള പാട്ട് പാടുന്ന പറഞ്ഞാൽ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, പിശാചിനോട് എതിരിടാൻ വേണ്ടിയും കൂടെയാണ് അഭിഷേകം. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? പിശാചിനോട് എതിരിടാൻ വേണ്ടിയാണ് ഈ അഭിഷേകത്തിൻ്റെ ശാക്തി. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തിൻ്റെ നിറവോടെ നിറഞ്ഞു നിന്നുകൊണ്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ കടക്ക് പുറത്ത്, എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വസ്തുവകയിൽ നിന്ന്, എൻ്റെ തലമുറയിൽ നിന്ന് കടക്ക് പുറത്ത്. മനോരമ, മംഗളം, മാധ്യമം, മാതൃഭൂമി ആദിയായ സകല പത്രങ്ങളും ചില നാളുകൾക്ക് മുൻപ് കടക്ക് പുറത്തൊന്നൊരു വാചകം പ്രചരിപ്പിച്ചു. ഓർമ്മയുണ്ടോ? സാധാരണക്കാരനല്ല പറഞ്ഞ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി സാറ് പറഞ്ഞ ആ വാചകത്തെ പത്രങ്ങളങ്ങ് ആഘോഷിച്ചു. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ അധികാരത്തോടെ പറഞ്ഞതാണ്. ഓക്കെ, ഞാനതിനെ ആദരിക്കുന്നു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ഞാനിങ്ങനെ പറഞ്ഞെന്ന് വേറെ ആരോടും പറയരുത്, അഥവാ പറഞ്ഞാൽ അവരോട് പറയണം, വേറെ ആരോടും പറയരുതെന്ന്. എന്തോ വാചകമെന്നറിയാമോ? കടക്ക് പുറത്തെന്ന വാചകമാണ്. അത് മുഖ്യമന്ത്രി സാറിന് മാത്രം പറയാനുള്ളതല്ല, അഭിഷേകം പ്രാപിച്ച ദൈവവൈദ്യനും കൂടെ പറയാനുള്ളതാണ്. ആരോട് പറയണം? കൂട്ടുവിശ്വാസിയോടല്ല പറയേണ്ടത്, പിന്നെ പിള്ളേരോടല്ല പറയേണ്ടത്, പിന്നെ ആരോട് പറയണം? നമ്മുടെ അവകാശത്തിൻ്റെ മേൽ ചെങ്കോല് വയ്ക്കാൻ വരുന്ന പിശാചിനോട് പറയണം, കാടക്ക് പുറത്ത്, യേശുവിൻ്റെ നാമത്തിൽ. നിനക്കിവിടെ എന്താ അവകാശം? നിനക്ക് ഈ കൂട്ടത്തിൽ എന്താ അവകാശം? നിനക്കെൻ്റെ സഭയ്ക്കകത്ത് എന്താ അവകാശം? നിന്നെ നീക്കിയതാണല്ലോ, പിന്നെ ഇവിടുന്ന് വലിഞ്ഞു കയറി വന്നത്. കാടക്ക് പുറത്ത്. ഹല്ലേലൂയ. പിശാചിനകത്ത് പ്രവേശനം കൊടുക്കുന്ന ഒരൊറ്റ വ്യക്തി നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടാകരുത്. കാട്ടുകെട്ട് പോയിലത്തണ്ട് ചവയ്ക്കാനും, കാട്ടം വീടി വലിക്കാനും, കാളിൽ കുടിക്കാനും, വ്യർത്ഥമായ സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് പോകാനും, ആവശ്യമില്ലാത്ത അനാത്മിക പ്രണയങ്ങളിൽ പെടാനും, ഉപദേശം നോക്കാതെ ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരെ കൂട്ടത്തിൽ കൂട്ടി ജീവിതം അന്യാധീനപ്പെടാനൊന്നും നീ ഒരുമ്പെടരുത്. അങ്ങനെ ഒരുമ്പെടുമ്പോഴാണ് പിശാച് നിന്റെ വീട്ടിനകത്തേക്ക് കയറി വരുന്നത്. പിശാചുമായി ബന്ധമില്ലാത്ത വിധം ജീവിതത്തെ പവിത്രമായി, പരിപാവനമായി, അനന്യമായി, നീതിയായി, ദൈവത്തിൻ്റെ ന്യായത്തോടെ വചനാധിഷ്ഠിതമായി കാക്കാൻ കഴിഞ്ഞാൽ പിശാച് നിന്റെ മേൽ വരികയില്ല. പിശാചിനെ കർത്താവ് നീക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ച്. ഈ 4 കാര്യങ്ങളെ നീക്കാനാണ് കർത്താവ് വന്നത്. ഇനി 10:37 പ്രസംഗിക്കാൻ നേരമില്ല. എന്നെങ്കിലും പോളച്ചാൻ എന്നെ ഈ നാട്ടിൽ ഇനിയും വിളിച്ചാൽ അതുമായിട്ട് ഞാൻ വരാം. അന്ന് 10:37, എബ്രായർ 10:37 എന്താ വാക്യം എന്നറിയാമോ? അവിടെ പറയുന്നത്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. അത് യേശുവിൻ്റെ 2ാം ആഗമന ഉദ്ദേശമാണ്. സഭയെ ചേർക്കേണ്ടതിനു വേണ്ടി എത്രയും വേഗം വരും. മാർഗിക സംഭവങ്ങൾ, രാഷ്ട്രീയ സംഭവങ്ങൾ, സാംസ്കാരിക മേഖലകൾ ഒക്കെ അത് വിളിച്ചറിയിക്കുന്നുണ്ട്. ശാസ്ത്ര മേഖലയിലെ നൂതനമായ കണ്ടുപിടുത്തങ്ങൾ, ആത്മീക നിലവാരത്തിലെ ഈ മൂല്യച്യുതികൾ, പരസ്പരമുള്ള കസേരകളിയും ദുരുപദേശത്തിലേക്ക് സഭ മാറുന്നതും, ദൈവദാസന്മാരാകപ്പാടെ അനാത്മികതയുടെ വാക്കുകൾ കൊണ്ട് വൈറലാകുന്നതും ഒക്കെ തെളിയിക്കുന്നത് നമ്മുടെ കർത്താവ് വരാറായി. വിശുദ്ധിക്ക് വേണ്ടി നിന്നോണം, ഉപദേശത്തിന് വേണ്ടി നിന്നോണം, വേദപുസ്തകത്തിന് വേണ്ടി നിന്നോണം. വേദപുസ്തകത്തിലില്ലാത്ത ഒരു കാര്യവും എത്ര വമ്പൻ പുള്ളി പറഞ്ഞാലും ചുരുട്ടിയെടുത്ത് ബേസ്ബിന്നിലേക്ക് തട്ടണം. ഇന്നാര് പറഞ്ഞെന്നും പറഞ്ഞ് അതിൻ്റെ പുറകെ പോകരുത്. വേദപുസ്തകത്തിലില്ലാത്ത ഒരൊറ്റ കാര്യത്തിൻ്റെ പുറകെ പോകരുത്. പറയുന്ന വാചകങ്ങൾക്ക്, പറയുന്ന ആശയങ്ങൾക്ക് വേദപുസ്തകത്തിൽ കൃത്യമായി തെളിവോടെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. കൂട്ടായ്മ പ്രബലമാകണം, ജീവിതം വിശുദ്ധമാകണം. കേൾക്കും, ഞാൻ പറയുന്ന വാചകങ്ങൾ ദൈവപ്രസാദ യോഗ്യമാകണം, ക്രിസ്തു കേന്ദ്രീകൃതമാകണം, ആത്മനിയോഗിതമാകണം, വചനാധിഷ്ഠിതമാകണം, പുനരാഗമന പ്രത്യാശ നിർഭരമാകണം, ആത്മാഭാരമുള്ളവരായി മാറണം. ഇങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം.
ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരും, താമസിക്കയില്ല. ചാടി എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വേഗം എഴുന്നേറ്റ് ബുക്കും പുസ്തകവും ബാഗും എല്ലാം കസരയിലോട്ട് വെച്ചിട്ട് പെട്ടെന്നൊന്ന് എഴുന്നേക്കാം. കൊയർ മുൻപോട്ട് വരും. അനുഗ്രഹീതമായി പ്രത്യാശയുടെ ചില വരികൾ നാം ഒരുമിച്ച് ചേർന്ന് പാടും. ആ പാട്ടും കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് നമുക്ക് മടങ്ങിപ്പോകാം. 9:30 കഴിയുമ്പോൾ നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞേ. പാട്ടിന് വേണ്ടിയും കൂടെ ഞാൻ 10 മിനിറ്റ് മുമ്പേ നിർത്തിയിട്ടുള്ളത്. ഒരുമിച്ച് നാം കരമടിച്ച് പാടി ആരാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മാഭിഷേകം പ്രാപിച്ചത് പെൺകുരുന്നുകളെ കണ്ടതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. മക്കളുമാരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. കൈയടിച്ച് പാട്ട് പാടണം. പുനരാഗമനത്തിൻ്റെ ഒരു ആശയം തരുന്നൊരു പാട്ട്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും. ആ പാട്ടാണ് നമ്മൾ പാടുക. കരമടിച്ച് പാടണം ആത്മനിറവോടെ. എല്ലാവരും ചേർന്ന് പാടണം. അപ്പോൾ തന്നെ പ്രാർത്ഥന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ.